السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب يسر ولا تعسر وتمم بالخير. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. الحمد لله رب العالمين. അള്ളാഹുവിൻ്റെ വലിയ ഫضل കൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് ഓരോ സൂറത്തുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്ന് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല വിശുദ്ധ ഖുർആനിലെ 107-ാമത്തെ സൂറത്തുൽ മാഊൻ ആണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. 7 ആയത്തുകളാണുള്ളത്. 25 വാക്കുകളും 125 അക്ഷരങ്ങളുമാണ് ഈ ഒരു സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഈ സൂറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുന്നത് സൂറത്തുൽ തകാസുറിന് ശേഷമാണ്. അതുപോലെ തന്നെ ഈ സൂറ മക്കയിൽ അവതരിപ്പിച്ചതാണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എന്നാൽ മദീനയിലാണ് എന്നതിനും അഭിപ്രായമുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ആദ്യം ഈ സൂറയുടെ മറ്റു നാമങ്ങൾ മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് എന്തിൻ്റെ സബബ്, എന്തുകൊണ്ടാണ് ഈ സൂറ ഇറങ്ങിയത് എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ നാമം സൂറത്തുൽ മാഊൻ തന്നെയാണ്. കാരണം ഈ സൂറത്തിൻ്റെ ഏറ്റവും അവസാന ആയത്തിൽ വരുന്നുണ്ട് വയംനഊനൽ മാഊൻ, അതിൽ നിന്നും എടുത്തിട്ടുള്ള വാക്കാണ് മാഊൻ. അതുപോലെ തന്നെ ഈ സൂറക്ക് സൂറത്തു അറഅയ്ത എന്നും പറയും. അറഅയ്തല്ലദി എന്ന് പറഞ്ഞിട്ടാണ് ഈ സൂറ തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു വാക്കുകൊണ്ട് അറഅയ്ത എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഏക സൂറത്താണ് സൂറത്തുൽ മാഊൻ എന്ന പ്രത്യേകത കൂടി ഈ സൂറത്തിനുണ്ട്. അതുപോലെ ഈ ഒരു സൂറത്തിൽ യതീമിനെ കുറിച്ച് പരാമർശിക്കുന്നത് കാരണം സൂറത്തുൽ യതീം എന്നും അദ്ദീനെ കുറിച്ച് പരാമർശിച്ചത് കാരണം സൂറത്തുദ്ദീൻ എന്നും പറയുന്നുണ്ട്. അതുപോലെ ഈ ഒരു സൂറത്തിൽ തക്ദീബ്, അതായത് യുകദ്ദീബ് എന്ന് പറയുന്നത് കാരണം സൂറത്തു തക്ദീബ് എന്നൊരു നാമം കൂടെ ഈ ഒരു സൂറക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അസ്ബാബുൻ നുസൂലിലേക്ക് പോവാണ്. അതായത് രണ്ട് അഭിപ്രായമുണ്ട്. മക്കയിൽ മാത്രം അവതരിപ്പിച്ചതാണ് എന്നും ഒരു ഭാഗം മക്കയിലും മറ്റൊരു ഭാഗം മദീനയിലാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ റീസൺസ് ഇൻഷാ അല്ലാഹ് ചെറുതായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ മക്കയിലാണ് അവതരിപ്പിച്ചത് എന്നതിന് ആദ്യത്തെ 3 ആയത്തുകൾ ക്ലിയർ കട്ട് പ്രൂഫാണ്. കാരണം എന്താണ് പറയുക, മക്കയിൽ ആയിരുന്ന സമയത്താണ് അവർ ദീനെ കളവാക്കിയതും അതുപോലെ തന്നെ യതീമുകളെ തള്ളിക്കളയുന്നതും അതുപോലെ മൂന്നാമതായിട്ട് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു എൻകറേജ്മെൻറ്റും ചെയ്യാത്തതൊക്കെ മക്കയിലായിരുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 ആയത്ത് മക്കയിലാണ് എന്നും പിന്നീട് വരുന്ന 4 മുതൽ 7 വരെയുള്ള ആയത്തുകളും മദീനയിലാണ് എന്നും പറയുന്നത്. അപ്പോൾ അവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമസ്കാരക്കാരെ കുറിച്ച് പറയുന്നുണ്ട് 4 മുതൽ 7 വരെയുള്ള ആയത്തുകളിൽ. അപ്പോൾ നമസ്കാരം മദീനയിലാണല്ലോ നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നൊരു അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് തഫ്സീറിലെത്തുമ്പോൾ കുറച്ചും കൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ മക്കയിലാണ് ഈ സൂറ അവതരിപ്പിച്ചത് എന്നതിനൊരു കാരണം എന്താ പറയുന്നത് വെച്ചാൽ പല അഭിപ്രായങ്ങളുണ്ട്. പല സ്വഹാബിമാരിൽ നിന്നും പല അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ ജഹലിനെ കുറിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട്, അബൂ ലഹബിനെ കുറിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ, ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വലീദ് ഇബ്നു മുഗീറയാണ് എന്ന് പറയുന്നുണ്ട്, ആസ് ഇബ്നു വാഇലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു അഅലം. അപ്പം നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല. എന്തായാലും ഒരു അനാഥ കുട്ടി ആ കുട്ടിയുടെ അവകാശം ഒന്ന് ചോദിച്ചപ്പോൾ ഇവർ ഈ പറയുന്ന ആളുകളിൽ ഒരാൾ കുട്ടിയെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് യദ്ഉൽ യതീം എന്ന് പറയുന്നത്. ആ കുട്ടിയെ പുഷ് ചെയ്തു, ഉന്തിയിട്ടു നമ്മൾ പറയില്ലേ, അങ്ങനെ ചെയ്തു എന്നതുകൊണ്ടാണ് ഈ ഒരു സൂറ ഇറങ്ങിയത് എന്ന് പറയുന്നു. അപ്പോൾ അതാണ് സൂറത്തുൽ മാഊൻ മക്കയിൽ അവതരിപ്പിച്ചതാണ് എന്നുള്ളതിനുള്ള ഒരു തെളിവ്. ഇനി മദീനയിലാണ് മറ്റു ഭാഗം എന്ന് പറയാനുള്ള തെളിവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമസ്കാരത്തെ കുറിച്ച് അല്ലേ. നമസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ളത് മദീനയിൽ വെച്ചിട്ടാണ്. അവിടെ ആയിരുന്നു മുനാഫിക്കുകൾ ഉണ്ടായിരുന്നത്. മക്കയിലായിരുന്ന സമയത്ത് ആരും തന്നെ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നില്ല. കാരണം മക്കയിൽ ആർക്കും തന്നെ ഇസ്ലാം സ്വീകരിച്ചതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടായിരുന്നില്ല. മറിച്ച് ഇസ്ലാം സ്വീകരിച്ച ആളുകളൊക്കെ
ഭയത്തോടു കൂടിയായിരുന്നു അല്ലേ, അവരെപ്പോഴാണ് വധിക്കപ്പെടുക എന്നറിയാത്ത സിറ്റുവേഷനിലായിരുന്നു. എന്നാലും മദീനയിലെത്തിയപ്പം കണ്ടീഷൻസൊക്കെ ആകെ മാറി. അതായത് അവർ മുസ്ലിംസ് ആയാൽ മാത്രമാണ് അവർക്ക് ഈ ഒരു ഭൂമിയിൽ നിലനിൽപ്പുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അതുകൊണ്ട് തന്നെ കുറേ മുനാഫിക്കുകളുണ്ടായിരുന്നു പുറത്തേക്ക് ദീൻ കാണിച്ചിട്ട്, എന്നാൽ ഉള്ളിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു യഥാർത്ഥ വിശ്വാസം ഒന്നും ഇല്ലാത്ത ആളുകളായിരുന്നു. അങ്ങനത്തെ ആളുകളുടെ നമസ്കാരത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് എന്നാണ് മറ്റൊരു അഭിപ്രായം. അല്ലാഹു അഅലം. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സൂറത്തിലുടനീളം നമ്മളടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുസ്ലിംസ് അല്ലെങ്കിൽ അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളുകളാണ്, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്വഭാവങ്ങളൊന്നും നമ്മളടുത്ത് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ നമ്മളടുത്ത് വന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ. അതുപോലെ തന്നെ ഇതിലേറെ ബെറ്റർ ആയിട്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല ഈ ഒരു സൂറ മനസ്സിലാക്കാൻ പോവാണ്. മനസ്സിലാക്കിയതിന് ശേഷം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ മാഊനെങ്കിലും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് മാഊൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് കേട്ടോ. അപ്പം അതിന് മുമ്പായിട്ട് സൂറയുടെ ഭംഗി അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ സൂറത്തും ഖുർആനിൽ വെക്കുന്നത് എന്ന ആ ഒരു ഭംഗി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ പ്രാവശ്യം ഈ ഒരു കണക്ഷൻ മനസ്സിലാക്കുന്നത്. അപ്പം നമുക്കറിയാം സൂറത്തുൽ മാഊന്റെ മുമ്പുള്ള സൂറത്ത് ഏതായിരുന്നു? സൂറത്തുൽ ഖുറൈഷ്. ഖുറൈഷ് ആയിരുന്നു സൂറത്തുൽ മാഊന്റെ മുമ്പുള്ള സൂറ. അപ്പം ആ സൂറയും നമ്മൾ പഠിക്കാൻ പോകുന്ന മാഊൻ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ സൂറത്തുൽ നാസ് മുതൽ പഠിച്ചു വരുന്നത് കാരണം തന്നെ നമുക്ക് സൂറത്തുൽ ഖുറൈഷിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ആയത്തുകളൊക്കെ അറിയാം അല്ലെ. അറിയാത്തവർ ജസ്റ്റ് ഒന്ന് ഖുർആൻ ഓപ്പൺ ആക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണക്ഷൻ അതിൽ സൂറത്തുൽ ഖുറൈഷിലും എന്താണ് ത്വആം എന്ന് പറയുന്നുണ്ട് അല്ലേ. അല്ലദീ അത്അമഹും മിൻ ജൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന സൂറത്തുൽ മാഊനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. അപ്പം രണ്ട് സ്ഥലത്തും ഭക്ഷണത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സൂറത്തുൽ ഖുറൈഷിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് എന്താണ്, അള്ളാഹു ആണെന്ത് വിശന്നപ്പോൾ ഇവർക്ക് ആഹാരം നൽകി അല്ലെങ്കിൽ എന്താണ് അവരെ ഭക്ഷിപ്പിച്ചത് അള്ളാഹു ആണ്. അതായത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു അവിടെ പറയാണ്. എന്നാലോ ഈ ഒരു സൂറത്തിലൂടെ അതായത് അള്ളാഹു ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ടും ആ അനുഗ്രഹങ്ങൾ നല്ല രീതിയിൽ അതായത് അള്ളാഹു നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വഴിയിൽ ഉപയോഗിക്കാണ്ട് അവരെന്താ ചെയ്തത്? അവർ അൺഗ്രേറ്റ്ഫുള്ളായി അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ബാധ്യത അവരെന്താണ് നിറവേറ്റാതെ അവരെന്താണ് പാവപ്പെട്ട മിസ്കീൻ്റെ ഭക്ഷണത്തിന് എന്താണ് അവർ ഒരിത്തിരി പോലും എൻകറേജ്മെൻറ്റ് കൊടുത്തില്ല. അവർ പാവപ്പെട്ട ആളുകളെ ഭക്ഷിപ്പിക്കണം എന്നൊരു ചിന്ത ഇത്തിരി പോലും അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ സൂറത്തുൽ ഖുറൈശ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്താണ് അള്ളാഹു കാണിച്ചു തരാണ്. പക്ഷെ ആ അനുഗ്രഹത്തിന് എങ്ങനെയാണ് ഇവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നാണ് സൂറത്തുൽ മാഊനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു എത്ര അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടും അതൊന്നും ഇവരെന്താണ് അതൊന്നും എന്താ പറയുക അക്നോളജ് ചെയ്തില്ല, അല്ലെങ്കിൽ അതിനൊന്നും അവർ അള്ളാഹിനോട് നന്ദി പ്രകടിപ്പിച്ചതുമില്ല. അത് മാത്രമല്ല എന്താണ് അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്തുകൾ അവർ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായില്ല. ഇനി രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് എന്ന് പറയുന്നുണ്ടല്ലേ. അതായത് അള്ളാഹുനെ മാത്രം എന്താണ് ഇബാദത്ത് ചെയ്യണം എന്നാണ് സൂറത്തുൽ ഖുറൈശിൽ പറയുന്നത്. എന്നാലോ ഈ സൂറയിലൂടെ അവരെന്താ ചെയ്തത്? അല്ലദീനഹും യുറാഊൻ, അതായത് അവരുടെ നമസ്കാരം എന്തായിരുന്നു? എന്താണ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നമസ്കാരമായിരുന്നു അല്ലേ. അവരുടെ നമസ്കാരം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ അള്ളാഹു പറഞ്ഞെന്താണ് ഈ ഭവനത്തിൻ്റെ അതായത് ഈ കഅബയുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ എന്നാണ് സൂറത്തുൽ ഖുറൈശിൽ പറഞ്ഞത്. അപ്പം സൂറത്തുൽ ഖുറൈശിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സൂറത്തുൽ മാഊനിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതായത് കോൺട്രാസ്റ്റ് ആണ് രണ്ട് സൂറയും. ഇനി മൂന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ സൂറത്തുൽ ഖുറൈശിലൂടെ പറയുന്നുണ്ടല്ലേ. അതായത് ആഹാരം നൽകി, അതുപോലെ തന്നെ ഭയം വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് അമ്നി നൽകി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലോ ആ അള്ളാഹു നൽകിയിട്ടുള്ള ആ നല്ല കാര്യങ്ങളൊക്കെ എന്താണ് അതൊക്കെ മറന്നിട്ട് ഇവരെന്താണ് ഭൂമിയിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഈ മക്ക മുശ്രിക്കുകൾ എന്താണ് ഭൂമിയിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അവർ എന്താണ് പറയുക അള്ളാഹുവിൻ്റെ നിഅമത്തുകളൊന്നും തന്നെ കണക്കിലെടുത്തതുമില്ല. അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ അവർ എന്താണ് സ്വന്തമായിട്ട് അത് ഒക്കെ സ്വന്തം അനുഭവിക്കുക, സെൽഫിഷായിട്ട് മാറി അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് യത്തീമുകളെ കുറിച്ചിട്ടോ മിസ്കീനുകളെ കുറിച്ചിട്ടോ ഒന്നും തന്നെ അവർ ചിന്തിച്ചതേയില്ല. അതാണ് സൂറത്തുൽ
മാനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് അള്ളാഹു അതുകൊണ്ട് തന്നെ പറയാണ് ഫവൈലുൻ, അതുകൊണ്ട് അള്ളാഹു അതിനുള്ള എന്താണ് കോൺസിക്വൻസ് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് നാശം എന്നുള്ള രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇനയിലൂടെ പറയുന്നുണ്ട്. പിന്നെ നാലാമതായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ഇബാദത്ത് ചെയ്യാനുള്ള കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും അനുഗ്രഹങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന റബ്ബിനോട് എന്താണ് നമ്മൾ എന്ത് കാണിക്കണം? നമ്മൾ ഇബാദത്ത് ചെയ്യണം അല്ലേ. കാരണം അള്ളാഹു സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഫുഡും എല്ലാവിധം, അതായത് മക്ക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഡെസേർട്ട് ആയിട്ടുള്ളൊരു നാടായിരുന്നു. അവിടേക്ക് സംസം വെള്ളം നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഭയങ്കര എന്താണ് നമ്മൾ ഭയങ്കര റവല്യൂഷൻ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ മാറിയില്ലേ. അതായത് ഡെസേർട്ടിൽ നിന്ന് ഇപ്പം നമുക്ക് ആ ഒരു മക്ക എന്താണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കാലത്ത് ഒരു ഡെസേർട്ടാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് അത് ചിന്തിക്കാൻ കൂടെ പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്. അത്രയ്ക്കും മാറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മക്കയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത്രയൊക്കെ ചെയ്തെന്ന റബ്ബിനോട്, ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാണ് റബ്ബ് പറയുന്നെങ്കിൽ പോലും ഇവരിവിടെ എന്താ ചെയ്യുന്നത്? ആ റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ റബ്ബിനോടല്ലാതെ മറ്റ് എന്താണ് ദൈവങ്ങളോടും ഇവർ എന്താണ് പ്രാർത്ഥിക്കുകയാണ് അല്ലേ. നമുക്കറിയാം അവർ കാബയിൽ തന്നെ ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് അതിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ നമസ്കാരം ഇത് ഇപ്പം മക്കയിലാണ് ഈ ഒരു സൂറ അവതരിപ്പിച്ചത് എന്ന് പറയാണെന്നുണ്ടെങ്കിൽ മക്കയിൽ തന്നെ ഈ എന്താണ് ഖുറൈശികൾക്ക് അല്ലെങ്കിൽ മുശ്രിക്കുകൾക്ക് അവരുടേതായിട്ടുള്ളൊരു നമസ്കാരം ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ നമസ്കാരം എന്ന് പറയുന്നത് ഒരു എന്താണ് ഓവറോൾ ഒരു ഏത് തരം എന്താണ് പ്രാർത്ഥനകൾക്കും ഉപയോഗിക്കുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പം ഇവിടെ കാബന്റെ ചുറ്റും ഇവരെന്താണ് ഇങ്ങനെ വിഗ്രഹങ്ങൾ വെച്ചിട്ട് ആ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അത് ഈ സൂറത്തിൽ പറയുന്നുണ്ട് സ്വലാത്തിഹിം, അവരുടെ നമസ്കാരം എന്നും പറയുന്നുണ്ട്. അപ്പം അതിനൊരു തെളിവായിട്ട് പറയുന്നതാണ് എന്ത്, ഇത് മക്കയിലാണ് അവതരിപ്പിച്ചത് എന്ന്. കാരണം അവരുടെ നമസ്കാരം എന്ന് പറയുമ്പം അവരുടെ നമസ്കാരം വെറും കൈകൊട്ടലും കൂക്കലും അതുപോലെ തന്നെ വിസ്ലിങ്ങും ആണെന്ന് മറ്റൊരു ഭാഗത്ത് ഖുർആനിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണെന്ത് അവരുടെ നമസ്കാരം എന്ന് പറഞ്ഞത്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കണം എന്ന് പറഞ്ഞ് അത്രയും അള്ളാഹു നൽകിയിട്ടും അവർ അള്ളാഹിനോട് ഇബാദത്ത് ചെയ്യാണ്ട് അവർ തന്നെ ഇഷ്ടങ്ങളെ പിൻപറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു നമ്മളൊക്കെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ആ നിഅമത്തുകൾക്കൊക്കെ നമ്മൾ അള്ളാഹുവിനോട് എത്രത്തോളം നന്ദി കാണിക്കുന്നുണ്ട് നമ്മൾ നമ്മളോട് തന്നെ സ്വയം ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ എല്ലാ നിഅമത്തുകളെയും മനസ്സിലായിക്കൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൻ്റെ അടിത്തട്ടിൽ നിന്നും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ബിനിഅമതിഹി തത്തിമുസ് സ്വാലിഹാത്ത് എന്ന് പറയാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ ഈ സൂറയെ കുറിച്ചും അതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഇപ്പം നമ്മൾ ഭയങ്കര എന്താണ് ഇപ്പോൾ ഈ ഒരു സൂറ എന്താണ് പഠിക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മളുടെ ഇൻ്റർനെറ്റ് ഉണ്ട് അല്ലേ. ആ നെറ്റ്വർക്കിലൂടെ നമ്മൾ കുറേ ക്ലാസ്സുകൾ കേൾക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ എന്തുകൊണ്ടാണ് ഈ സൂറ ഇറങ്ങിയത്, എവിടെ ഇറങ്ങിയത്, ഇതൊക്കെ നമ്മളിങ്ങനെ എന്താണ് നെറ്റിലൂടെയും നമ്മൾ ഫോണിലൂടെയൊക്കെ കേൾക്കാം. പക്ഷേ ഈ ഒരു സൂറ ഇറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? അവിടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു അല്ലേ. മുശ്രിക്കുകളൊക്കെ എന്താണ് ഈ ദീൻ ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളൊക്കെ പല രീതിയിലും പ്രയാസപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനാണ്. അവിടേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളൊക്കെ ഇറക്കുന്നത്. അത്രയും ഇവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എന്താണ് നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ എന്നുള്ള രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഇറക്കുന്ന ആയത്തുകളാണ് ഇവിടെ. അപ്പം നമ്മൾ റിയൽ ലൈഫ്, അതായത് നമ്മൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇറങ്ങും. നമ്മളെ തന്നെ മക്കയിലെ അങ്ങനത്തെ ഒരു സാഹചര്യത്തേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുക. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ മൈനോറിറ്റി ആയിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെ, ഒരുപാട് എതിർപ്പുകൾ ഇസ്ലാമിൽ വരുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഇറക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൻ്റെ ഒരു ഭാരം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്ര ഭാരത്തോടു കൂടിയാണ് ആയത്തുകൾ സ്വീകരിക്കുന്നതും. അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതെന്താണ് അവരുടെ ഇടയിൽ ഈ ഒരു ആയത്തുകൾ പാരായണം ചെയ്യേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര എന്താണ് പറയാ ഈമാനോട് കൂടിയായിരിക്കും, അതായത് അള്ളാഹുവിൽ അങ്ങേയറ്റം തവക്കൽ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും ആയത്തുകൾ പറഞ്ഞിട്ടുണ്ടാവും. ഒരു മിനിറ്റ്.
റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും എന്താണ് ഭാരത്തോടു കൂടിയും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം തവക്കുൽ ചെയ്തിട്ട്, കാരണം ആളുകൾക്ക് എന്തും ചെയ്യാം അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ എന്താണ് കൂടെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ഉമ്മയോ ഉപ്പയോ എന്താണ് ഉപ്പയോ ആരുമില്ല അല്ലെ. ആകെ അബൂ താലിബ് മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു സൂറത്തൊക്കെ പഠിക്കുമ്പോൾ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്കത് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്ത് നമുക്ക് ഇറക്കി തന്നതെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എടുത്ത് കാണിക്കണം. അതായത് അത്രയും സ്ട്രഗിളോട് കൂടിയാണ് ഈ ദീന് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബദറിനെ കുറിച്ചിട്ടും ഉഹദിനെ കുറിച്ചിട്ടും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു യുദ്ധങ്ങളൊന്നും ഇനി വരാനില്ല. നമുക്ക് ആ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാം എന്നല്ലാതെ അങ്ങനത്തെ യുദ്ധം, ആ ബദർ യുദ്ധം നമുക്കിനി വരാനില്ല അല്ലെ. അപ്പം പക്ഷെ എന്താണ് അവിടെ എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും ഉഹദ് യുദ്ധത്തിൽ അവരെ എങ്ങനെ പ്രയാസപ്പെട്ടു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാണ്. അപ്പോൾ ഓരോ എന്താണ് ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് എത്തിക്കുമ്പോഴും നമ്മൾ ആ ഒരു എന്താണ് സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ തന്നെ ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടിടാം. അപ്പോൾ അള്ളാഹു ശരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്ട്രഗിൾസ്, സഹാബാക്കളുടെ ആ ഒരു പ്രയാസങ്ങൾ, എത്ര ഹാർഡ് വർക്കോട് കൂടിയാണ് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ ആയത്തുകൾ ഇറക്കി തരുന്നത്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഒരു ആയത്ത് ഇറക്കിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് ഇറങ്ങി ചെന്നിട്ട് പറയാണ്. എന്താണ് പറയുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷെയ്ത്താനിൽ നിന്നും നമ്മളെല്ലാവരും പ്രൊട്ടക്ഷൻ എടുക്കുക. അതുപോലെ തന്നെ പരമകാരുണികൻ അല്ലേ, എല്ലാവരോടും കരുണ കാണിക്കുന്നവനും അതുപോലെ തന്നെ എന്നെന്നും കാരുണ്യവാൻ എല്ലാ മുസ്ലിംസിനോടും, അതായത് അള്ളാഹുവിൻ്റെ സ്പെഷ്യൽ ആളുകളോട് സ്പെഷ്യൽ കരുണ കാണിക്കുന്ന റഹ്മാനായിട്ടുള്ള അള്ളാഹുവിൽ നമ്മൾ തുടങ്ങുകയാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ദീനിനെ വ്യാജമാക്കുന്നവൻ ആരെന്ന് നീ കണ്ടുവോ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. അനാഥക്കുട്ടിയെ തള്ളിക്കളയുന്നവനത്രേ അത്. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുകയും ചെയ്യുന്നവൻ. ഫവൈലുൻ ലിൽ മുസല്ലീൻ. എന്നാൽ നമസ്കാരക്കാർക്കാകുന്നു നാശം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. തങ്ങളുടെ നമസ്കാരത്തെ പറ്റി ശ്രദ്ധയില്ലാത്തവരായ. അല്ലദീന ഹും യുറാഊൻ. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരുമായ. വയംനഊനൽ മാഊൻ. ചെറിയ ഉപകാരങ്ങൾ വരെ തടയുന്നവരായ. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ ഏറ്റവും ആദ്യത്തെ ആയത്തിലേക്ക് പോവുകയാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മതത്തെ വ്യാജമാക്കുന്നവൻ ആരെന്ന് നീ കണ്ടുവോ? അറഅയ്ത, റഅയ എന്നുള്ളതൊരു ചോദ്യമാണ് കേട്ടോ. നീ കണ്ടുവോ? റഅയ്ത എന്ന് പറഞ്ഞാൽ നീ കണ്ടു എന്നാണ്. അറഅയ്ത എന്ന് പറയുമ്പം നീ കണ്ടുവോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇവിടെ എന്നുള്ളൊരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാണ്ട്. അതായത് നീ എന്താണ് റിഫ്ലക്റ്റ് ചെയ്തോ, നീ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയോ, എന്താണ് സംഭവം നിനക്ക് മനസ്സിലായോ എന്നുള്ള രീതിയിൽ അല്ലാഹു എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? എന്താണ് നീ കണ്ടോന്ന് ചോദിക്കുന്നത്? അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ദീനിനെ കളവാക്കിയവൻ. യുകദ്ദിബ് എന്ന് പറഞ്ഞാൽ കാഫ് വാൽ ബ. നമ്മൾ കദ്ദിബ് എന്ന് പറഞ്ഞാൽ കളവ് അല്ലേ. ഇത് കളവാക്കിയവൻ. ഓക്കെ, വ്യാജമാക്കുന്നവൻ എന്നാണ് അർത്ഥം. എന്തിനാണ് വ്യാജമാക്കുന്നത്? ബിദ്ദീൻ. ദീനിന്റെ റൂട്ട് എന്താണ്? ദാൽ യാനു, ദാന യദീനു എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കിൽ നിന്ന്. ഓക്കെ, അപ്പോൾ എന്താണ് ദീനിന്റെ അർത്ഥം? നമ്മൾ അൽഹംദുലില്ലാഹ് ലക്കും ദീനുക്കും വലിയ ദീൻ നമ്മൾ മനസ്സിലാക്കി. ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിലീജൻ, അതായത് മതം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതിഫലം എന്ന് പറയുന്നുണ്ട്. അതായത് പ്രതിഫല ദിനം എന്നാണ് ഇവിടെ ഉദ്ദേശം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രതിഫല ദിനത്തിനെ വ്യാജമാക്കുന്നവൻ ആരെന്ന് നീ കണ്ടുവോ? അതല്ലെങ്കിൽ ദീനിനെ, മതത്തിനെ, നമ്മൾ നോർമലി പറയുന്ന മതത്തിനെ വ്യാജമാക്കുന്നവൻ ആരെന്ന് നീ കണ്ടുവോ എന്നുള്ള സുബ്ഹാനല്ലാഹ് ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹു പറയാണ് ദീനിനെ കളവാക്കുക, അല്ലെങ്കിൽ ദീനിൻ്റെ
ദീൻ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻ്റ് ഇല്ല എന്ന് ചിന്തിക്കുന്നവർ, അതിൻ്റെ റിസൾട്ട് ഈ ലോകത്ത് അവരെന്ത് ചെയ്താലും അതിനൊരു കോൺസിക്വൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാത്ത ആളുകൾ ആരാണെന്ന് നീ ചിന്തിച്ചു നോക്കിയോ, അല്ലെങ്കിൽ ആരാണെന്ന് നിനക്ക് അറിയോ എന്നുള്ള സുബ്ഹാനല്ലാഹ് ചോദിക്കുന്നത്. അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഈ ഖിയാമത്ത് നാളൊന്നുമില്ല, അള്ളാഹു ഇല്ല, എന്തൊക്കെ വെറുതെ പറയാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ അവർക്ക് എന്താണോ തോന്നിയത് അവരത് ചെയ്യും അല്ലേ. അവരുടെ ഇച്ഛകളെ പിൻപറ്റുന്ന ആളുകളാണ്. അവർക്ക് എന്താണ് പറയുക, ജഡ്ജ്മെൻറ്റേ ഇല്ല, സ്വർഗ്ഗമില്ല, നരകമില്ല. അപ്പോൾ എന്താണ്, ഒരു കുട്ടിയെ പോലെ, ഒരു കുട്ടിക്ക് കോൺസിക്വൻസ് ഒന്നും അറിയില്ല. ഒരു കുട്ടി എന്താണ്, നമ്മൾ കുട്ടീനോട് ചെയ്യരുത് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ കുട്ടി ചെയ്യും. കാരണം കുട്ടിക്ക് ചെയ്താൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊന്നും അറിയില്ല. അതുപോലെ ബുദ്ധിയില്ലാത്ത ആളുകളാണ് സത്യം പറഞ്ഞാൽ ഈ മതത്തിനെ അല്ലെങ്കിൽ ദീനെ കളവാക്കുന്ന ആളുകൾ. കാരണം അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടും എന്താണ്, അവരതിനെ കണ്ടില്ല നടിക്കുകയാണ്. അല്ലെങ്കിൽ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെന്താണ്, സ്വയം എന്താണ്, ബുദ്ധിയില്ലാത്ത ആളുകളെ പോലെ ആകണം. അല്ലാഹു സുബ്ഹാനഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു റൂൾസോ ഒരു ലോസോ ഒന്നും പാലിക്കാത്ത ആളുകൾ. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്യാന്നുണ്ടെങ്കിൽ അയാൾക്ക് ഹെൽമെറ്റ് ഇടുന്നത് അയാളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയെങ്കിൽ പോലും ഒരുപാട് ആളുകൾ ആ ഒരു നിയമം ലംഘിക്കുന്നുണ്ട്. അത് ആർക്കാണ് എഫക്റ്റ് ചെയ്യുക? അത് ഇവഞ്ച്വലി ആ വ്യക്തിക്ക് തന്നെയാണ് ആക്സിഡൻസിൽ ബാധിക്കുക അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ദീനിൻ്റെ കാര്യം. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് ഒരു പ്രശ്നമില്ല. ആർക്കാണ് ബാധിക്കാൻ പോകുന്നത്? ആ നിയമം ലംഘിച്ചിട്ടുള്ള വ്യക്തികൾക്ക്. അള്ളാഹു നിയമം പറഞ്ഞു തന്നു, ആ നിയമം ലംഘിച്ചിട്ടുള്ള ആളുകൾക്കാണെന്ത് അതിൽ നിന്നുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഈ ഒരു ആയത്ത് എന്താണ്, ഈ ഒരു സൂറത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് എന്തായിരുന്നു? സബബ് എന്തായിരുന്നു? ആ ഒരു അനാഥക്കുട്ടിയെ തള്ളിക്കളഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ അത് പറയാണ്ട്, അതായത് തുടക്കത്തിൽ തന്നെ എന്താണ്, നീ എന്താണ് അനാഥക്കുട്ടിയെ തള്ളിക്കളയുന്നവനെ കണ്ടുവോ എന്ന ചോദിക്കാം അല്ലേ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല അതല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ളവരുടെ സ്വഭാവം എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയണേ, അങ്ങനെയുള്ളവൻ എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് രണ്ടാമത്തെ ആയത്തിൽ യത്തീമിനെ കുറിച്ച് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത്രയ്ക്കും ഗൗരവമായിട്ടുള്ള വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ റഅയ്ത എന്നുള്ളത് നമുക്കറിയാം. റഅയ്ത എന്ന് പറഞ്ഞാൽ നീ കണ്ടു, അതൊരു മാദിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നീ കണ്ടുവോ, അതായത് നീ കണ്ടില്ലേ, ഓൾറെഡി അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടില്ലേ. ആരെ? അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. യുകദ്ദിബ് എന്നുള്ള വാക്ക് നമുക്കൊന്നൊന്ന് മനസ്സിലാക്കാം. യുകദ്ദിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാജമാക്കുന്നവൻ, കളവാക്കുന്നവൻ എന്നർത്ഥമാണ്. അവിടെ തെക്ദീബ്, നമ്മൾ പറഞ്ഞ സൂറത്ത് തെക്ദീബ് എന്നും ഈ ഒരു സൂറയ്ക്ക് പേരുണ്ടെന്ന് പറഞ്ഞു അല്ലേ. തെക്ദീബ് എന്ന് പറഞ്ഞാൽ മൂന്നർത്ഥത്തിൽ, അതായത് ഒരാളെ എന്താണ് നുണ പറയുന്നവൻ എന്ന അർത്ഥം വരാം. അതല്ലെങ്കിൽ എന്താണ്, ഒരാളെ എന്താണ് നുണ പറയുന്നവനാണ് കൺസിഡർ ചെയ്യുക. അതായത് മറ്റ് ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ നുണ പറയുന്നവൻ എന്ന് വിളിക്കാം. മറ്റൊരാളെ നമ്മൾ നുണ പറയുന്നവൻ എന്ന് വിളിക്കാം. രണ്ടാമതായിട്ട് മറ്റൊരാളെ നമ്മൾ നുണ പറയുന്നവനാണെന്ന് കൺസിഡർ ചെയ്യാം. മൂന്നാമതായിട്ട് എന്താണ് ചെയ്യുന്നത്? എന്താണ് ആൾക്കെതിരെ നുണ പറയാം. അതായത് ഇല്ലാതെ കെട്ടിച്ചമച്ചു എന്ന് പറയില്ലേ, ഫാൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാന്ന് പറയില്ലേ, അതാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഇവരെന്താണ് ദീനിനെ നുണയായിട്ട്, ആദ്യത്തെ പോയിന്റ് പറഞ്ഞാൽ അവർ ദീനിനെ നുണയായിട്ട് എന്താണ് കൺസിഡർ ചെയ്യണം. രണ്ടാമതായിട്ട് എന്താണ്, ദീനിന് എതിരായിട്ട് എന്താ പറയുക, അവർ ക്യാമ്പയിൻ ചെയ്യാണ്. ദീന് നുണയാണ് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ക്യാമ്പയിൻ ചെയ്യാണ്. മൂന്നാമതായിട്ടോ അവർ എന്താണ് ജസ്റ്റ് ക്യാമ്പയിനിങ് മാത്രമല്ല, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ദീനെക്കുറിച്ച് പറയും. അതായത് നമ്മളെ ഇസ്ലാമിനെ കുറിച്ചിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അത് പ്രചരിപ്പിക്കുകയാണ്. മഹാദല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ ഈ ഒരു യുകദ്ദിബ് എന്നുള്ള വാക്കിൽ വരുന്നുണ്ട്. വെറും കളവാക്കിയല്ല, അത് എന്താണ് എല്ലാ ലെവൽസും, അതായത് കളവാണ് എന്ന് പറയുകയും ചെയ്യാം, അതെന്താണ് അതിനെതിരായിട്ട് വർക്കും ചെയ്യാം. അതുപോലെ തന്നെ ഫാൾസ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെതിരായിട്ട് പറയുകയും ചെയ്യാം. ഇത്രയും അർത്ഥങ്ങൾ വരുന്നുണ്ട് യുകദ്ദിബ് എന്നുള്ള വാക്കിന്. അപ്പോൾ ജസ്റ്റ് അവിശ്വാസം മാത്രമല്ല, ജസ്റ്റ് തള്ളിക്കളയൽ മാത്രമല്ല, അതിനഗെയിൻസ്റ്റ്, ദീനഗെയിൻസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ സ്റ്റെപ്സ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി ദീനെ കുറിച്ച് നമ്മൾ അൽഹംദുലില്ലാഹ് ലക്കും ദീനക്കും വലിയ ദീനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ വേറെ കുറച്ചും കൂടെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കാം.
രണ്ടർത്ഥങ്ങളാണ് പറയുന്നത്. ഒന്ന് നമുക്കറിയാം, നമ്മൾ ഇവിടെ ജഡ്ജ്മെന്റ് ഡേനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ, ഡേ ഓഫ് ജസ്റ്റിസ്. അന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് തരുന്നത്, നീതി തരുന്ന ദിവസം. നമ്മൾ പ്രവർത്തിച്ചതിനനുസരിച്ച് റബ്ബ് നമുക്ക് നൽകും. നമ്മൾ നല്ലത് പ്രവർത്തിച്ചാൽ അതിനനുസരിച്ച് തരും, നമ്മൾ തിന്മ പ്രവർത്തിച്ചാൽ അതിനനുസരിച്ചിട്ടും നമുക്ക് തരും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ അതിനുള്ള പ്രൂഫ് തരാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചത് കാരണം എന്താണ് നിങ്ങൾക്ക് എന്താണ് ഇന്ന ദിവസം അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഈ ആളുകൾ എന്താണ്, സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ, അതായത് യതീമിനെ തള്ളിക്കളയുന്ന ആളുകൾ എന്താണ്, ഇവർ ഈ ഒരു ദിവസത്തിനെ കുറിച്ചിട്ട്, ജഡ്ജ്മെന്റിനെ കുറിച്ചിട്ട് ബോധമില്ലാത്ത ആളുകളാണ്. രണ്ടാമതായിട്ട് ഇസ്ലാം, നമ്മളുടെ എന്താണ് സിസ്റ്റം ഓഫ് ലൈഫ് അല്ലേ. അപ്പോൾ ഈ ആളുകൾ എന്താണ്, ഇസ്ലാം സത്യമായിട്ടുള്ളൊരു റിലീജിയൻ ആണ് എന്നെന്താണ് ഇവർ തള്ളിക്കളയാണ്. അത് സത്യമായിട്ടുള്ള റിലീജിയൻ അല്ല എന്നാണ് ഇവർ പറയുന്നത്. നമുക്കറിയാം ഈ ഒരു സൂറത്ത് ഇറങ്ങുന്നത് എവിടേക്കാണ്, മക്ക മുശ്രിക്കുകളുടെ ഇടയ്ക്കാണ് അല്ലെ. അവർക്ക് തന്നെ അറിയാം കഅബ റബ്ബ ഹാദൽ ബൈത്ത്, കഅബയുടെ റബ്ബ് അല്ലാഹു ആണ് എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്താണ്, അവര് അത്രയും വലിയ കസ്റ്റോഡിയൻസ് ആയിട്ടും കഅബ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും നന്നായിട്ട് അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുത്തിട്ടും, അപ്പോൾ അവയിൽ പക്ഷികളെ കുറിച്ചിട്ടുള്ള എന്താണ് സ്റ്റോറിയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പ്രതീക്ഷ പറയണം. അത്രയും ഒക്കെ ആയിട്ടും അവരെന്താണ് ഈ ഒരു സത്യമതത്തിന്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഈ ഒരു മില്ലത്തിനെ അവരെന്താണ് തള്ളിക്കളയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം എത്രയോ പ്രയാസം സഹിച്ചിട്ടാണ് എന്ത് ആ മക്കയെ അങ്ങനെയും ഒരു മക്കയാക്കി മാറ്റിയത് അല്ലേ. അവിടെ ഹാജർ അലൈഹി ഇസ്ലാമിനെയും സ്വന്തം പൊന്നുമോൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും മക്കയിൽ കൊണ്ടുപോയിട്ടിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്താണ് പറയാ, തിരിച്ചു പോയി അല്ലേ. തിരിച്ചു പോയിട്ട് അവിടെ അതിന് ശേഷമാണ് എന്ത് സംസം വെള്ളമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാം ആ നാടിന് വേണ്ടിയിട്ട് ദുആ ചെയ്തല്ലേ, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന എന്നൊക്കെ പ്രാർത്ഥിച്ച് അത്രയും ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ആളുകളാണ് എന്ത് ഈ ഒരു ദീനിനെ കളവാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് ഈ എന്താണ് ജസ്റ്റിസ്, അല്ലെങ്കിൽ ഭൂമിയിലുള്ള എന്താണ് നീതിക്കാണ്. അത് ചെറിയൊരു മൈനോറിറ്റി അഭിപ്രായം മാത്രമാണ്, ജസ്റ്റ് അറിയിച്ചു, നിങ്ങൾ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ദീനെ കളവാക്കുന്നവനെ നീ കണ്ടുവോ എന്ന് ചോദിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത് അവരെ കുറിച്ചിട്ട്, ഫദലികല്ലദീ യദ്ഉൽ യതീം, അവരാരാണ്, അനാഥ കുട്ടിയെ തള്ളിക്കളയുന്നവൻ എത്രേ അത് അവനാന്ന് പറയുന്നത് കേട്ടോ. നീ അവനെ കണ്ടുപോ എന്നല്ല നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. അവിടെയൊക്കെ എന്താണ് സിംഗുലർ ആയിട്ട് അല്ലെങ്കിൽ ഏകവചനത്തിലാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഹാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ബഹുവചനത്തിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫദാലിക്, ഫ എന്നുള്ള വാക്ക് അതായത് ദാറ്റ് ഈസ് ദ വൺ ഹൂം, അതായത് ആരദീനെ കളയുന്നത് നിനക്കറിയോ, അവനാണ് ആര് എന്ന് പറഞ്ഞിട്ട് പറയാണ് ഫ എന്നുള്ള വാക്കിന്. ഓക്കെ, ഫ ദാലിക്, ദാലിക് എന്ന് പറഞ്ഞാൽ എന്താണ് അത്, അവൻ എന്നൊക്കെ പറയും. അവൻ അല്ലതി യാതൊരുവൻ, എന്താണ് യദ്ഉൽ യതീം, യദ്ഉ എന്ന് പറഞ്ഞാൽ ദാൽ ഐൻ, ഐൻ ആണ് റൂട്ട് ലെറ്റർ. യദ്ഉ എന്ന് പറഞ്ഞാൽ പുഷ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. യദ്ഉൽ യതീം, യതീം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം അനാഥക്കുട്ടി. അനാഥക്കുട്ടി എന്ന് പറയുമ്പോൾ പ്രായപൂർത്തി എത്താത്ത മക്കളെയാണ് നമ്മൾ അനാഥക്കുട്ടി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് എന്നുള്ളത് ജസ്റ്റ് പുഷിങ് മാത്രമല്ല, അതായത് ഒരു അനാഥക്കുട്ടിയുടെ മുതൽ എടുക്കുക, ആ കുട്ടീനെ ഭയങ്കര എന്താണ് പറയുക പ്രയാസപ്പെടുത്തുക, ആ കുട്ടീനെ കൊണ്ട് ഭയങ്കര ചൈൽഡ് ലേബർ ചെയ്യിപ്പിക്കുക, അങ്ങനെ ആ കുട്ടീനെ എങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്തുക, അങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്തുന്ന ടൈപ്പ് ആളുകളെ കുറിച്ചും കൂടെയാണ് ഇവിടെ പറയുന്നത്. ചെറിയ ചെറിയ ഡിസ്ട്രാക്ഷൻസ് ഇടയിൽ വരുന്നതായതാണ്. അപ്പോൾ ഫദാലികല്ലദീ യദ്ഉൽ യതീം, അപ്പോൾ ഇവിടെ യത്തീമുകൾ എന്ന് പറയുമ്പോൾ ആ യത്തീമിനെ പല രീതിയിലും പ്രയാസപ്പെടുത്തുന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം അസ്ഹാബുൽ ജന്ന എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ നൂനിൽ പറയുന്നുണ്ട്. അവർ എന്താണ് ആ യത്തീമുകൾക്ക്, അതായത് യത്തീമല്ല മിസ്കിനായിട്ടുള്ള ആളുകൾക്കും എന്താണ് അവരുടെ തോട്ടത്തിൽ നിന്നും ഒന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ തോട്ടത്തിൽ പോയിട്ട് ഫ്രൂട്ടൊക്കെ കളക്ട് ചെയ്യാം എന്ന് വിചാരിച്ചില്ലേ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയൊരു പരീക്ഷണം അല്ലെങ്കിൽ വലിയൊരു ശിക്ഷ തന്നെ ഇറക്കി കൊടുത്തു. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് ഒരു അലേർട്ടും അവർക്ക് കൊടുക്കാണ്ട്
അവരുടെ സാധനങ്ങൾ എടുക്കുക. ഇവിടെ ആ അനാഥക്കുട്ടി ആ കുട്ടിയുടെ അവകാശം എന്ന് ചോദിച്ചപ്പോഴാണ് അതിനെ തള്ളിക്കളഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ പല ആളുകളും, അതായത് മക്ക മുശ്രിക്കുകൾ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് യത്തീമുകൾ ഇതുപോലെ അവർ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പം നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെസൺ നമുക്കിതിൽ മനസ്സിലാക്കാണ്ട്, അതായത് ഇവിടെ നമ്മളുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ട് എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു തെളിവാണ് എന്ത്, നമ്മൾ എന്താണ് മറ്റുള്ള മനുഷ്യരോട് നമ്മൾ കെയർ കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ ഈമാൻ്റെ കണികയുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ നമസ്കാരങ്ങളോ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളോ ഒന്നും യഥാർത്ഥ ഇബാദത്തുകളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ അല്ലേ. കാരണം എന്താണ്, ഒരുപാട് ആളുകൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യും, പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്താണ് ഭയങ്കര പിന്നോട്ടായിരിക്കും അല്ലേ. അല്ലാഹു നമ്മൾ ഓരോരുത്തരും കാത്തുരക്ഷിക്കണം. നമുക്കൊക്കെ എന്താണ് അനാഥകളെ സംരക്ഷിക്കാനും പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ഉള്ള തൗഫീഖ് നൽകട്ടെ. ഇനി നമ്മൾ അങ്ങനത്തെ ആളുകളുടെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അള്ളാഹുവിൻ്റെ അടിമകളെ നമ്മൾക്ക് വേണ്ടിയിട്ട് എത്തിച്ചു തരട്ടെ. ആമീൻ. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രയാസം മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അല്ലേ. എന്നാൽ മാത്രമാണത് നമുക്ക് ഈമാനുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ യത്തീം എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഭയങ്കര അശക്തനാണ്, കുട്ടിക്ക് ആരുമില്ല അല്ലേ. ഇവർ എന്താണ് ഈ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ പെരുമാറാൻ കാരണം ഈ കുട്ടീൻ്റെ അടുത്ത് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നത് കാരണമാണ്. അതുപോലെ തന്നെ ഈ യത്തീമിനോട് പറയുന്നുണ്ട്, അതായത് ഇങ്ങനെ ആ കുട്ടിയെ തള്ളിയിട്ടപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, നീ പോയിട്ട് മുഹമ്മദിനോട് ചോദിച്ചോ, മുഹമ്മദ് ഇതിനൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനൊക്കെ എന്താണ് സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി അത് മനസ്സിലാക്കാണ്ട്, അതായത് ഇവർ കളിയാക്കാന്ന് മനസ്സിലാക്കാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പോവുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ഈ അബു ജഹലാണ് എന്ന് പറയുന്നുണ്ട്, അബു ലഹബ് എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലാഹു അലം, ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ സ്വത്ത് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ എടുത്തു കൊടുക്കുക ചെയ്തത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീയും മതം മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട് അബൂജഹലിനോട്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ തീയോണ്ടുള്ള ഒരു എന്താണ് പറയുക, കുന്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പുറത്തും ഇപ്പുറത്തും തീയോണ്ട് നിൽക്കുന്ന ഇത് കണ്ടു, അത് എന്നെ വന്ന് നശിപ്പിക്കും എന്ന് ഞാൻ ഭയന്നതുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഞാൻ തിരിച്ചു കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം യത്തീമകൾ വീക്കാണ് എന്നുള്ള നിലക്കാണ് ഇവർ ഇങ്ങനെയൊക്കെ അവരോട് പെരുമാറുന്നത്. അപ്പം നമ്മൾ അശക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് നമ്മളെന്താണ് താങ്ങാവണം, തണലാവണം എന്നുള്ളൊരു ലെസനാണ് നമുക്ക് ഈ 2ാമത്തെ ആയത്തിലൂടെ ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ സോഫ്റ്റ്നെസ് അല്ലേ, അതുപോലെ തന്നെ യത്തീമുകളോടും മിസ്കീനുകളോടൊക്കെ ഉള്ളൊരു സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ നിറയ്ക്കട്ടെ. ആമീൻ. അപ്പോൾ ഈ ഒരു കാര്യം ഇത് ജസ്റ്റ് 1-2 ആളുകൾക്ക് മാത്രം ബാധകമല്ല, എൻ്റെ ഉമ്മ. നമുക്കറിയാം എത്രയോ യത്തീമുകളുണ്ട്, എത്രയോ മിസ്കീനുകൾ നമ്മുടെ ചുറ്റുമുണ്ട്, പക്ഷെ നമ്മൾ പലതും നമ്മൾ കണ്ടില്ല എന്ന് അടിച്ചു പോകുന്നവരാണ് അല്ലേ. അപ്പം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുഴുവൻ ഉമ്മത്തും അതിന് റെസ്പോൺസിബിളാണ്. ഇപ്പം നമ്മളൊരു കുട്ടിയെ ഒരു പാവപ്പെട്ട കുട്ടിയെ അല്ലെങ്കിൽ ഒരു അനാഥ കുട്ടിയെ നമ്മൾ ബാഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവനെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു കുട്ടി അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ മാറ്റി നമ്മൾ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളുടെ ഈ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണ് അല്ലേ. അപ്പോൾ ആ കുട്ടിയോട് ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ, അല്ലെങ്കിൽ അത് ചെറിയ കുട്ടിയല്ലേ എന്ന് ചിന്തിച്ച് നമ്മൾ മാറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിൽ യുകദ്ദിബു ബിദ്ദീൻ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദ്യം ചെയ്യും എന്നുള്ള ഒരു ഭയമില്ലാത്തത് കാരണമാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യത്തീമായിരുന്നല്ലേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, അലം യജിദിക യതീമൻ ഫആവ, അതായത് ഞാൻ നിന്നെ യത്തീമായി കണ്ടു, നിനക്ക് ഞാൻ സംരക്ഷണം നൽകിയില്ലേ. അതുകൊണ്ട് നിന്റെ ഡ്യൂട്ടിയാണ് എല്ലാ യത്തീമുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യുക, അതായത് അവർക്കൊരു വഴി ഒരുക്കി കൊടുക്കുക, അവരെ തള്ളിക്കളയാതിരിക്കുക എന്നുള്ളത് നിന്റെ ഡ്യൂട്ടിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനാഥ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അതായത് ആരെങ്കിലും ഒരു യത്തീമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ആ നോക്കുന്നവനും ഇങ്ങനെയായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ട് 2 വിരലുകൾ ഒരുമിച്ച് വെക്കുന്നുണ്ട്. അത്രയ്ക്കും ക്ലോസ് ആയിരിക്കും,
അത്രയ്ക്കും ഹൈലി റിവാർഡിങ് ആണ് എന്ത് നമ്മൾ ഈ യത്തീമിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിലുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം, നമ്മൾ എത്ര പേരാണ് ഒരു അനാഥ കുട്ടിയെ നോക്കുന്നത് എന്നല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പം ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പാർട്ടാണ് എന്ത്, നമ്മൾ ഹ്യൂമാനിറ്റിയെ കൺസിഡർ ചെയ്യുക എന്നുള്ളത്. അതുപോലെ ഈ യദ്ഉ എന്നുള്ള വാക്കിന് ഡ്രൈവ്സ് അവേ, പുഷ്ഡ് അവേ, ട്രീറ്റഡ് അവേ, റിഫ്യൂസ് ചെയ്യുക, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. അള്ളാഹു ഖുർആനിൽ യൗമ യദ്ഉന ഇല നാരി ജഹന്നമ ദഅ എന്ന് പറയുന്നുണ്ട്. അതായത് നരകത്തിലേക്ക് എന്താണ് ഈ ആളുകളെ പുഷ് ചെയ്യും, അതായത് ഷൗട്ട് ചെയ്തിട്ട് ഉന്തിയിടും എന്താണ്, ആ ഒരു അർത്ഥമാണ് ഈ ദഅ എന്നുള്ള വാക്കിന് വരുന്നത്. അപ്പോൾ നമ്മളൊരു കുട്ടി അത് ഓർഫൺ ആകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയാവട്ടെ, എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ നമ്മൾ എന്താ പറയുക, അവരെ എന്താണ് ഇതുപോലെ ട്രീറ്റ് ചെയ്യരുത് എന്നുള്ളൊരു മെയിൻ ലെസൺ. നമ്മൾ ഒരിക്കലും അവരെ എന്താണ് ഉന്തിയിടുക അല്ലെങ്കിൽ പുഷ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഷൗട്ട് ചെയ്യുകയോ ചെയ്യരുത് എന്നുള്ളൊരു ലെസൺ. കാരണം അവരെന്താണ്, അവർക്ക് അക്കലില്ല, അവർക്ക് അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആ കുട്ടിക്ക് അറിയാത്തത് കാരണമാണത് ആ കുട്ടി മിസ്റ്റേക്ക് സംഭവിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു യത്തീം കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കെയർ കൊടുക്കണം. അപ്പോൾ സാധാ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് ചോദിക്കാനും പറയാനും ആളുണ്ട്. പക്ഷേ യത്തീം കുട്ടിയാകുമ്പോഴോ കുട്ടിയെ തന്നെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്താണ് സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കുട്ടികളടുത്ത് നമ്മൾ എക്സ്ട്രാ മേഴ്സിഫുൾ, എക്സ്ട്രാ ഫോർഗീവിങ് ഒക്കെ ആകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്താണ് പറയുക, ഇവർ കല്ല ബല്ല തുക്രിമൂന അൽ യത്തീം അല്ലേ, യത്തീമിൻ്റെ അടുത്ത് ഒരു എന്താണ് ഒരു റെസ്പെക്റ്റും കൊടുക്കാത്ത ആളുകളാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വലഹബ്ദു അലാ തുആമിൽ മിസ്കിൻ, ആ സെയിം ആയത്ത് തന്നെയാണ് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ റിപ്പീറ്റ് ചെയ്തത്. അത് അതിൻ്റെ പ്രാധാന്യം, ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അല്ലേ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻസാനിലും സ്വർഗത്തിന്റെ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. അല്ലാഹു പറയാണ് എന്താണ്, ഇവർ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണം അവരെന്താ ചെയ്യുന്നത്, അവർ ഭക്ഷിപ്പിക്കും, അവർ ഭക്ഷണം നൽകും. ആരൊക്കെ, മിസ്കീനെയും യത്തീമിനെയും അതുപോലെ തന്നെ വസീറയും. അപ്പോൾ ഇതാണ് സ്വർഗാവകാശികളുടെ സ്വഭാവം. ഓക്കെ, അപ്പോൾ നമുക്കും ആ സ്വഭാവം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ മിസ്കീനെയും യത്തീമിനെയും അസീറായിട്ടുള്ളതിനൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്ന വലിയ ലെസൺ സുബ്ഹാനല്ലാഹ് നമുക്ക് ഈ ആയത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരു കാര്യം പഠിച്ചാൽ അതുപോലെ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ, യത്തീം കുട്ടികൾക്കും അതേപോലെ തന്നെ ആവശ്യക്കാർക്കും ഒക്കെ. അപ്പോൾ അതിലേക്കൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന സംഭാവന നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം. സുബ്ഹാനല്ലാഹ് നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. എന്നാൽ എന്താണ് നരകാവകാശികളുടെ സ്വഭാവം എന്തായിരുന്നു, അവർ ഫദാലികല്ലദീ യദ്ഉൽ യതീം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അടുത്ത അവരുടെ സ്വഭാവം പറയാണ്, വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. യഹുദ്ദു എന്ന് പറഞ്ഞാൽ ഹ ദാദ്, തആം തഅനീം, മിസ്കീൻ രണ്ട് ഇത് പറയുന്നുണ്ട്. എന്താ പറയുക, മീം സീൻ കാഫ് എന്ന് പറയുന്നത് സീൻ കാഫ് നൂൻ എന്നും ഇതിന് റൂട്ട് ലെറ്റർ ആയിട്ട് വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുകയും ചെയ്യുന്നവൻ. വലാ യഹുദ്ദു, പ്രോത്സാഹനം നടത്താതിരിക്കുക, അലാ തആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഹദ് എന്ന് പറഞ്ഞാൽ എൻകറേജ് ചെയ്യാം, എന്തെങ്കിലും വഴിയിൽ എൻകറേജ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹദ് എന്ന് പറയും. അത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പുഷ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു കുട്ടി എന്താണ് പറയുക, നടക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ നടക്കുക നമ്മളിങ്ങനെ കുട്ടിക്ക് ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കൂലേ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സെല്ല് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ എന്ത് കാര്യം ആയിക്കോട്ടെ, എന്തിനെങ്കിലും നമ്മൾ ഒരു എൻകറേജ്മെൻറ്റ് കൊടുത്തിട്ട് അത് ചെയ്യിപ്പിക്കുന്നതിനാണ് യഹുദ്ദു എന്ന് പറയാം. ഇവിടെ യഹുദ്ദു എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ എൻകറേജ് ചെയ്യും. ഇപ്പം നമ്മളുടെ കയ്യിൽ ഭക്ഷണം കൊടുക്കാനുള്ള ഒരു അവസ്ഥയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പറ്റുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് എൻകറേജ് ചെയ്യിപ്പിക്കുക. നിങ്ങൾ ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ട്, ഭയങ്കര പ്രയാസത്തിലാണ്, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കുമോ എന്നൊക്കെ പറയില്ലേ, അതാണെന്ത് യഹുദ്ദു എന്ന് പറഞ്ഞാൽ. അതിന് പോലും മനസ്സിലാത്ത ആളുകൾ, അവർ സ്വന്തം കൊടുക്കുന്നില്ല എന്നാൽ മറ്റുള്ളവരെ കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ലാത്ത ആളുകളാണ് ആര്, യുകദ്ദിബു ബിദ്ദീൻ.
അതായത് ദീനിനെ കളവാക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ഒരിക്കലും ഈ ഒരു വിഭാഗത്തിൽ ഉണ്ടാകാനേ പാടില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ അതിനെ എൻകറേജ് ചെയ്യിപ്പിക്കുക എന്നുള്ള ലെസൺ എല്ലാവരും ഈ ഒരു ആയത്തിൽ നിന്ന് എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം മിസ്കീൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ അല്ലേ. പാവപ്പെട്ട ആളുകൾക്ക് എന്താണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുന്നത് ത്വാമിനെ കുറിച്ചിട്ട് മാത്രമാണ്. പാവപ്പെട്ട ആളുകൾക്ക് എന്താണ് ഫുഡ് മാത്രമല്ല, അവർക്ക് ഷെൽട്ടർ ഉണ്ടാകൂല അല്ലെ, വീടുണ്ടാകൂല, അതുപോലെ തന്നെ അവർക്ക് എന്താണ് സമ്പാദ്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷെ ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം എന്താണ്? ത്വാമാണ്. ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ എല്ലാ ആളുകളും വർക്ക് ചെയ്യുന്നത് തന്നെ അല്ലെ. ഇവിടെ ത്വാം എന്ന് ഉദ്ദേശിക്കുന്നത് നറിഷിങ് ഫുഡ്, അതായത് നമ്മുടെ ശരീരത്തിന് ഉപകാരം അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിനാണ് ത്വാം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞ ത്വാമിൽ മിസ്കീൻ, ആരുടെ ത്വാമാണ്? മിസ്കീനിന്റെ ഭക്ഷണം. അത് നമ്മളുടെ ഭക്ഷണമല്ല സത്യം പറഞ്ഞാൽ. മിസ്കീനിന്റെ ഭക്ഷണം കൊടുക്കാൻ അവർ എൻകറേജ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഭക്ഷണം അത് സത്യം പറഞ്ഞാൽ ആരുതാണ്? അതിൻ്റെ ഒരു ഭാഗം ഈ മിസ്കീനിന്റെ ഭക്ഷണമാണ് അല്ലേ. നമുക്ക് സക്കാത്തിനെ കുറിച്ചിട്ട് തന്നെ അറിയാം. നമ്മുടെ അടുത്ത് 100 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 2.5 രൂപ നമ്മളതല്ല. അതുപോലെ മിസ്കീനിന്റെ ഭക്ഷണം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഒഴിവാക്കുന്ന ഓരോ ഭക്ഷണം സത്യം പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ ഭക്ഷണമാണ് നമ്മൾ ബാക്കി വെക്കുന്ന ഭക്ഷണങ്ങൾ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ആ മിസ്കീനിന്റെ ഭക്ഷണം എന്താണ് ഇവർ കൊടുക്കാൻ ഇവർ എൻകറേജ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ അതൊന്നും കൂടെ മനസ്സിലാക്കും. അതായത് ഇവർക്കറിയാം ഇന്ന വ്യക്തികൾക്ക്, അതായത് ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, 2 രീതിയിൽ നമുക്ക് പറയാം. ഒന്ന് പറഞ്ഞാൽ അത് അവരുടെ റൈറ്റാണ്, അവരുടെ ഹക്കാണ്. ഹക്ക് കൊടുക്കുന്നില്ല, അതാണ് ഒന്ന്. ഹക്ക് കൊടുക്കാൻ പോലും പ്രേരിപ്പിക്കുന്നില്ല. രണ്ടാമതായിട്ട് അവർക്കറിയാം ഇന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്, അവർ അതിന് ഡിസേർവിങ് ആണ്. പക്ഷെ എന്നിട്ടും അവരുടെ കയ്യിൽ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടും, അള്ളാഹു അത്രയും അനുഗ്രഹിച്ചിട്ടും അവർ കൊടുക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് അവരുടെ ബാധ്യതയാണെങ്കിൽ പോലും അവരത് ചെയ്യുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെ മിസ്കീൻ എന്നുള്ള വാക്കിന് എന്താണ് നേരത്തെ പറഞ്ഞ പോലെ മീം സീൻ കാഫ്, അതുപോലെ തന്നെ സീൻ കാഫ് നൂൻ, സക്കന മസ്ക് എന്നുള്ള 2 അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഇവിടെ മസ്കൻ അല്ലെങ്കിൽ നമ്മൾ എന്താണ് സെക്കൻ, നമ്മൾ എന്താണ് വീടിന് നമ്മൾ മസ്കൻ എന്നൊക്കെ പറയില്ലേ. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ചെയ്യുന്നതിനാണ് ഈ ഒരു മസ്കൻ എന്ന് പറഞ്ഞത്. ഇവിടെ സെക്കൻ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. അതായത് ഇവിടെ മിസ്കി എന്ന് പറഞ്ഞ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാണ്ട് സ്റ്റക്കായി നിൽക്കുക അല്ലേ. അവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർക്ക് ഒരു ജോബ് നോക്കിയിട്ട് അതിന് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ ശാരീരികമായിട്ട് പ്രയാസത്തിലായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാണ്ട് സ്റ്റക്കായി നിൽക്കുന്നതിനാണ് സെക്കൻഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾ എന്താണ്, ഈ മിസ്കിനായിട്ടുള്ള ആളുകൾക്ക് അവർ എത്ര വിചാരിച്ചിട്ടും അവരെ കൊണ്ട് അത് എത്തുന്നില്ല. അവരവിടെ എന്തോ കാരണങ്ങൾ കൊണ്ട് അവിടെ തടയപ്പെട്ട ആളുകളാണ്. അതുകൊണ്ടാണ് മിസ്കീൻ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. ഇനി അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 ആയത്തുകളിലൂടെ, അതായത് 2ഉം 3ഉം ആയത്തുകളിലൂടെ നമ്മളടുത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത 2 സ്വഭാവങ്ങൾ പറഞ്ഞു അല്ലേ. ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോട് കാണിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് പറഞ്ഞത്. ഈ ഒരു സൂറത്തിൽ മുഴുവനായിട്ടും നമ്മളടുത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവമാണ്. അതുപോലെ തന്നെ സത്യനിഷേധികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളുടെ, കാഫിറുകളുടെ ഒക്കെ സ്വഭാവമാണ് അള്ളാഹു എടുത്ത് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കൃത്യം എന്താ അവർ ചെയ്യുന്നത്? ഫസ്റ്റ് ക്രൈം എന്താ ചെയ്യുന്നത്? അവർ ആത്മീയമായിട്ടുള്ള ക്രൈമാണ്. അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുക. അതായത് അള്ളാഹു നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള ഈമാനിലുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പില്ലറാണ് എന്ത്? വിധി ദിനത്തിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിനെ കളവാക്കുന്നവരാണ് ഒന്നാമത്തെ വലിയ ക്രൈം അവർ ചെയ്തത്. രണ്ടാമത്തെ ക്രൈം എന്ന് പറഞ്ഞാൽ അവർ ആക്റ്റീവായിട്ട് മറ്റുള്ളവർക്ക് കാണിക്കുന്ന ക്രൈം, അതായത് എന്താണ്, മറ്റ് പാവപ്പെട്ട അല്ലെങ്കിൽ എത്തിയമായിട്ടുള്ള കുട്ടികളെ അവർ തള്ളിക്കളയാണ് അല്ലേ. അതായത് അവർ മറ്റുള്ള ആളുകൾ എന്താണ് തള്ളിക്കളയുന്നതാണ് ഈ ഒരു വാക്ക് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പം ആ ഒരു ക്രൈം, അത് ഹ്യൂമാനിറ്റിനോടുള്ള ക്രൈം പരസ്യമായിട്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ അവർ ചെയ്യുന്നത്. മൂന്നാമതായിട്ട് അവർ പരസ്യമായിട്ട് ചെയ്യുന്നില്ല, പക്ഷെ അവർ അതിനെതിരായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ പാവപ്പെട്ട ഒരാളെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ കണ്ണടച്ചു പോവുക, അതിന് ഒരു പ്രതിവിധിയും ചെയ്യാണ്ട് അങ്ങനെ പാസീവായിട്ട് ചെയ്യുന്ന കുറ്റകൃത്യം. നമ്മൾ ഒരുപാട് ആളുകൾ ഈ ഒരു കാറ്റഗറിയിലാണ്. നമ്മളിപ്പം ഗസയുടെ ഒക്കെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ നമ്മൾക്ക് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ നമ്മളതൊക്കെ സ്കിപ്പ് അടിച്ച് പോകുന്നുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളും എന്താണ് സത്യം പറഞ്ഞാൽ എന്താണ് ത്വാമിൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് നമ്മൾ ഫുഡ് എന്താണ് നമ്മൾ തടയുന്നുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്ത ആയത്തിൽ ഇപ്പം നമ്മൾ
അള്ളാഹുവിനോടുള്ള ഒരു ക്രൈമും അതുപോലെ തന്നെ മനുഷ്യന്മാരോടുള്ള 2 ക്രൈമും നമ്മൾ ഈ 3 ആയത്തുകളിലൂടെ പഠിച്ചു. ഇനി 4-ാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അത് അടുത്ത സെറ്റ് പറയാണ് കേട്ടോ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സെയിം അള്ളാഹുവിനോടുള്ള ക്രൈം 2 പറയുന്നുണ്ട്, എന്നാൽ മനുഷ്യന്മാരോടുള്ള ഒരു ക്രൈമും കൂടെ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അടുത്ത ആയത്ത് എന്താണ്? ഫവൈലുൻ ലിൽ മുസല്ലീൻ. ഫവൈൽ. അപ്പോൾ എന്താണ്? വയൽ, എന്നാൽ. എന്നാൽ എന്ന് പറയാണ്. വയൽ എന്ന് പറഞ്ഞാൽ നാശം. ആർക്കാണ് നാശം? ലിൽ മുസല്ലീൻ, അതായത് നമസ്കാരക്കാർക്കാകുന്ന നാശം. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഫസ്റ്റ് ഒറ്റയടിക്ക് ഒരു ആയത്ത് മാത്രം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര അതിശയായിരിക്കും. എന്തിനാ നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം എന്നായിരിക്കും അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മക്കയിലാണെന്നുണ്ടെങ്കിൽ മക്ക മുശ്രിക്കുകൾ അവർ നമസ്കരിക്കുന്നുണ്ട്. കാബക്ക് ചുറ്റും നിന്നിട്ട് അവർ ഏതൊക്കെയൊക്കെയോ പ്രതിമകളോടും കല്ലുകളോടൊക്കെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ. അവരുടെ നമസ്കാരം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സൈഡിൽ എന്താണ് യത്തീമിനെ തള്ളിക്കളയുന്നുണ്ട്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. എന്നാൽ മറ്റൊരു സൈഡിൽ ഞങ്ങൾ ഭയങ്കര അള്ളാഹുവിൻ്റെ ആൾക്കാരാണ്, ദൈവത്തിൻ്റെ ആൾക്കാരാണ്, കാബ എന്താണ് ഞങ്ങളുടെതാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം എന്താണ് അറഗണ്ടായിട്ട് നടക്കുന്ന ആളുകളില്ലേ, അവർ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടൊന്നല്ല, അവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഞങ്ങൾ എന്താണ് പറയാ, നല്ല ആളുകളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭക്തി കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അതായത് ഞങ്ങൾ ഭയങ്കര എന്താണ് പറയുക, ഹമ്പിളാണ്, റെസ്പെക്റ്റ്ഫുൾ ആണ്, അറ്റൻറ്റീവ് ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവരുടെ നമസ്കാരം ഇവരെ സോഫ്റ്റ് ആക്കുന്നില്ല, ഹമ്പിൾ ആക്കുന്നില്ല അല്ലെ. നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ ഹൃദയം സോഫ്റ്റ് ആക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസല്ലി ലിറബ്ബിക വൻഹറിൽ നമ്മൾ പഠിച്ചു അല്ലെ. എന്താണ് നമസ്കാരം? സ്വലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം പറഞ്ഞാൽ എന്തിനെ ഒന്നിനെ സോഫ്റ്റ് ആക്കുക, ഈസി ആക്കുക, വളഞ്ഞതിനെ നേരാക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഇവിടെ മുസല്ലീൻ എന്ന് പറയുമ്പോൾ ആ നമസ്കാരക്കാർക്ക് ഇന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ എന്താണ് ഇവരുടെ നമസ്കാരം കൊണ്ട് അതൊന്നും അവർക്ക് ലഭിച്ചതേ ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ നമസ്കാരം അവർക്ക് നാശം തന്നെയാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ മദീനയിലാകുമ്പോഴോ അവർ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അത് അവരുടെ നിസ്കാരം ഹൃദയം കൊണ്ടുള്ള നമസ്കാരമായിരുന്നില്ല. അവരുടെ നമസ്കാരത്തിൽ തീരെ അള്ളാഹുവിനെ ഓർമ്മയില്ലെന്ന്. അവർ നിസ്കരിക്കുമ്പോൾ ഖാമു കുസാല, അതുപോലെ തന്നെ അവർ വളരെ കുറച്ച് മാത്രമാണ് അള്ളാഹുവിനെ ഓർക്കുക. യുറാഊനന്നാസ്, ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ നമസ്കാരം. ആരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? മദീനയിലെ മുനാഫിഖുകളെ കുറിച്ചിട്ട്. എന്നാൽ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞു മക്കയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് എന്താണ് കാബന്റെ അടുത്ത് നിന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് സത്യം പറഞ്ഞാൽ ഇവർക്കെതിരെ ക്രിട്ടിസൈസ് ചെയ്ത് പറയാം, നിങ്ങൾ ഇങ്ങനെ നിസ്കരിച്ച് വയൽ, നിങ്ങൾക്ക് നാശം തന്നെയാണ്, നിങ്ങൾ എന്താണ് പറയാ മരിച്ചു പോകും എന്നുള്ളൊരർത്ഥം പറയാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫേസ് ടു ഫേസ് അവരോട് പറയാണ്, നിങ്ങൾ ഇങ്ങനെ നിസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. അവരുടെ നിസ്കാരം എന്താണ്? അവർ വെറുതെ ഭക്തി കാണിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ നമസ്കാരം വെറും എന്താണ് കൈയടിക്കലും കൂക്കലും വിസ്ലിങ്ങും ഒക്കെയാണ് ഇവരുടെ നമസ്കാരം എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ നിങ്ങളുടെ നമസ്കാരത്തിന് നാശം എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ നമസ്കാരം ചിലപ്പോൾ നാശത്തിൽ അടയാം. എങ്ങനെയാണെങ്കിൽ നമ്മളുടെ സ്വഭാവം എന്താണ് യതീമും വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീനും ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകളുടെ നമസ്കാരത്തിന് നാശം തന്നെയാണ്. എന്നിട്ട് അള്ളാഹു കുറച്ചും കൂടെ ഈ നമസ്കാരത്തിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എങ്ങനത്തെ നമസ്കാരമാണ് വരുന്നത്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, തങ്ങളുടെ നമസ്കാരത്തെ പറ്റി ശ്രദ്ധയില്ലാത്തവരായ, അതായത് അശ്രദ്ധരായിട്ടുള്ളവരാണ് ആര്? ഇക്കൂട്ടർ. ഇവിടെ സാഹൂൻ എന്നുള്ള വാക്ക് നിസ്യാനും അതുപോലെ തന്നെ ഗഫ്ലത്തുൽ ഖൽബ്, നിസ്യാൻ എന്ന് പറഞ്ഞാൽ മറവി അല്ലെ. അതുപോലെ തന്നെ ഹൃദയമില്ലാത്ത അല്ലെങ്കിൽ മൈൻഡ്ഫുൾ അല്ലാത്ത ഹാർട്ട്. ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായിട്ടുള്ള ഹൃദയം എന്നുള്ള അർത്ഥം വരുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇവർ നമസ്കരിക്കുമ്പോൾ ഒന്നെങ്കിൽ നമസ്കാരത്തിനെ കുറിച്ചിട്ട് സ്വലാത്തിഹിം എന്ന് പറയുന്നത്, നമസ്കാരത്തിനെ കുറിച്ചിട്ട് അവർക്കൊരു ശ്രദ്ധയില്ല. വാങ്ങ് കൊടുത്തോന്നോ അല്ലെങ്കിൽ നിസ്കരിക്കാൻ സമയമായോ ഒന്നും നോക്കൂല. അവർക്ക് തോന്നുമ്പോൾ അവർ നിസ്കരിക്കും. അതുപോലെ തന്നെ നമസ്കാരത്തിൽ നമുക്കറിയാം ഡ്രസ്സ് നല്ല വൃത്തിയായിരിക്കണം, നമസ്കാര സ്ഥലം വൃത്തിയായിരിക്കണം, അതുപോലെ അർക്കാനുകളും അതുപോലെ ഷർത്തും ഫർദും ഒക്കെ നല്ല പോലെ എന്താണ് ചെയ്താൽ മാത്രമാണ് നമസ്കാരം സ്വീകരിക്കുള്ളൂ എന്നൊക്കെ അറിയെങ്കിൽ പോലും അതിനെക്കുറിച്ചൊന്നും യാതൊരു ശ്രദ്ധയും ഇല്ലാത്ത ആളുകളാണ് ഇവർ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ നമ്മൾ ഓരോരുത്തരെയും. അപ്പോൾ ഈ ആയത്ത് സുബ്ഹാനല്ലാഹ് 1-ാമത്തെ ആയത്തിലേക്ക് കണക്റ്റഡ് ആണല്ലേ. ഫവൈലുൽ ലിൽ മുസല്ലീനും
ആരാണ്? അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ അല്ലേ? അപ്പോൾ ദീനെ കളവാക്കുന്ന ആളുകളുടെ നമസ്കാരം എന്താണ്? അവർക്ക് നാശാണ്. കാരണം അവർ നമസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ്? അവർ നമസ്കരിക്കുന്ന എങ്ങനെയാണ്? ശ്രദ്ധയില്ലാതെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് മുനാഫിക്കുകളുടെ നമസ്കാരാണ്, ഇത് മുനാഫിക്കുകളുടെ നമസ്കാരാണ്, ഇത് മുനാഫിക്കുകളുടെ നമസ്കാരാണ് എന്ന് പറഞ്ഞു. ആരാണ്? അവർ നമസ്കാരം അസറിന്റെ സമയം കഴിഞ്ഞാൽ അങ്ങനെ അവസാനം വരെ കാത്തുക്കും. അങ്ങനെ എന്താണ്? സൂര്യന് അസ്തമിക്കാൻ നേരത്ത്, അതായത് എന്താണ്? ഷെയ്ത്താന്റെ കൊമ്പ് കുത്തുന്ന സമയത്ത് അവരെന്താണ്? എഴുന്നേറ്റിട്ട് വേഗം പോയിട്ട് 2 റക്അത്ത് ഭയങ്കര സ്പീഡിൽ നിസ്കരിക്കും. ഒരു കെയറില്ലാണ്ട് എന്താണ്? അവർ പോയിട്ട് നിസ്കരിക്കും. അങ്ങനത്തെ ആളുകളാണ് മുനാഫിക്കുകൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതായത് അവസാന നിമിഷം വരെ കാത്തു നിൽക്കും, എന്നാൽ അവരുടെ നമസ്കാരത്തിൽ ഒരു അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മയും അവർക്ക് ഉണ്ടാവുകയില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യം പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലദീനഹും അൻ സ്വലാത്തിഹിം എന്ന് പറഞ്ഞത്, അൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അത് നമസ്കാരത്തെ പറ്റി, അതായത് നമസ്കാരത്തിൻ്റെ അർക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ ഓവറോൾ നമസ്കാരത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. എന്താണ്? എന്നാൽ ഇവിടെ ഫീ സ്വലാത്തിഹ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാവരും പെട്ടുപോയാണ്. നമ്മുടെ നമസ്കാരമൊക്കെ നമസ്കാരത്തിൽ നമ്മൾ കുറേ തവണ അശ്രദ്ധമായി പോകുന്നുണ്ട് അല്ലേ? വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നുണ്ട്, വീണ്ടും അശ്രദ്ധയായി പോകുന്നുണ്ട്. പക്ഷെ സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഫീ എന്ന് ഉപയോഗിക്കാതെ അൻ സ്വലാത്തിഹിം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാരുണ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കട്ടെ. അള്ളാഹുവിനെ തന്നാർത്തായിട്ട് പ്രാർത്ഥിക്കുക. നമസ്കാരത്തിലുടനീളം ആസ്വദിച്ചുകൊണ്ട് നമസ്കരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. അപ്പോൾ അള്ളാഹു ഓർമ്മപ്പെടുത്താണ് ആരാണ് നമസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവുന്ന ആളുകളെ? ആരായിരിക്കും? അവർ എന്താണ്? ദീനിനെ കുറിച്ചിട്ട് എന്താണ്? അത്രയും കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ, അതായത് ആഖിറത്തുണ്ട്, പരലോകം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമാണ് എന്ത്? യഥാർത്ഥത്തിൽ എന്താണ്? സ്വലാത്തിൽ, നമസ്കാരത്തിൽ നല്ല ശ്രദ്ധയോടുകൂടി നമസ്കരിക്കുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ആഖിറത്തിനെ കുറിച്ചിട്ട് ഭയങ്കര കെയർഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമസ്കാരം എന്താണ്? നല്ല ഖുശൂഉള്ള നമസ്കാരമായിരിക്കും. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി അള്ളാഹു വീണ്ടും പറയാണ്, അവരെന്താണ്? അല്ലദീനഹും യുറാഊൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരായ. അവരാരാണ്? യുറാഊൻ എന്ന് പറയുന്നത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അവരെന്താണ്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്. അത് നമ്മൾക്കറിയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ഷനൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക? കാണിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യില്ല. എന്താണ്? ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥികൾ അവർ പലതും ചെയ്യുന്നതൊക്കെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, ഞങ്ങൾ നല്ല നല്ല ആളുകളാണ്, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്താണ്? അവർ ആ സമയത്ത് എങ്ങനെയെങ്കിലും ജനശ്രദ്ധ ലഭിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യുറാഊൻ എന്നുള്ള വാക്ക് റഅ എന്നുള്ളതാണ്, എന്താണ്? കണ്ടു എന്നുള്ളതാണ് റഅ എന്ന് പറഞ്ഞാൽ. യുറാഇ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ള അർത്ഥം. ടു ഷോ സമ്മൺ, ടു മേക്ക് അതർ സീ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമസ്കാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, മറ്റുള്ളവരെ കാണുമ്പോൾ ഭയങ്കര നിസ്കാരത്തിൻ്റെ ആളാണല്ലോ, ഭയങ്കര തഖ്വയാണല്ലോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്ന ആളുകൾ. അതായത് അള്ളാഹുവിന് വേണ്ടിയിട്ടൊന്നല്ല, എന്താണ്? ഇപ്പുറത്ത് പാവപ്പെട്ടവരെ നോക്കുന്നില്ലെങ്കിലും, എന്താണ്? മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിലും, യത്തീമിന് എന്താണ് എന്താ പറയുക തള്ളിക്കളയുന്നൊക്കെവരാണെങ്കിൽ പോലും ഞങ്ങളെന്താണ്? ഞങ്ങൾ നിസ്കരിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളാണ് എന്നൊക്കെ പറയാം. പക്ഷെ എന്താണ്? അവർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിനോട് യഥാർത്ഥത്തിൽ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ദീനിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും എന്താണ് ഈ ഒരു യത്തീമിനെ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ മിസ്കീനിന് ഭക്ഷണം കൊടുക്കാതിരിക്കുകയോ ചെയ്യുകയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്താണ് എന്ത്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ദീനെ കളവാക്കുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഇവിടെയും എന്താണ്? 2 ക്രൈം കണ്ടു അല്ലേ? ഒന്നാമതെന്താണ്? അവരുടെ നമസ്കാരം, അവർ നമസ്കരിക്കുമ്പോൾ ഒരു ശ്രദ്ധയില്ലാത്തവരാണ്, അള്ളാഹുവിനോട് ചെയ്യുന്ന വലിയ കുറ്റകൃത്യമാണ് അവർ ചെയ്തത്. അതുപോലെ തന്നെ എന്താണ്? അവർ ഇഖ്ലാസ് ഇല്ലാണ്ട് അല്ലേ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് കർമ്മങ്ങളായിക്കോട്ടെ, നമസ്കാരം മാത്രമല്ല എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് മറ്റുള്ളവരുടെ അടുത്ത് എനിക്ക് പ്രശസ്തി കിട്ടണം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് അങ്ങനെ പറയണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആളുകളാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. ഈ റിയാ എന്നുള്ള ഈ ഒരു വളരെ
മോശം സ്വഭാവത്തിൽ നിന്ന് നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. കാരണം റിയാ എന്ന് പറഞ്ഞാൽ ഒരു ഷിർക്കാണ് അല്ലേ. അള്ളാഹുവിൻ്റെ കൂടെ നമ്മൾ മറ്റാളുകളെ പങ്കു ചേർക്കുന്ന പോലെ തന്നെയാണ്. മൈനർ ഷിർക്കാണെങ്കിലും നമുക്കതിന് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ശിക്ഷ ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് നമ്മളുടെ ഈ ഇഖ്ലാസ്, നമ്മളെ നിയ്യത്ത് എപ്പോഴും കൊടുക്കാനുള്ള തൗഫീഖ് നമുക്ക് കിട്ടാൻ. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഉടനീളം നമ്മളെന്താണ്, എൻ്റെ നിയ്യത്ത് എനിക്ക് ഈ സൂറത്ത് മനസ്സിലാക്കാനും ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും എൻ്റെ ജീവിതത്തിൽ പകർത്താനുമാണ്. അതോടൊപ്പം തന്നെ എനിക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ജസ്റ്റ് ഒന്ന് എത്തിക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറഞ്ഞതാണ് വയംനഊനൽ മാഊൻ. യംനഊൻ എന്ന് പറഞ്ഞാൽ തടയുന്നു അല്ലെങ്കിൽ മുടക്കുന്നവർ എന്നുള്ള അർത്ഥമാണ്. മീം നൂൻ ഐൻ. ഓക്കെ. അൽ മാഊൻ എന്ന് പറഞ്ഞാൽ പരോപകാര വസ്തുക്കൾ. ഐൻ വാവ് നൂൻ എന്നാണ് അതിൻ്റെ റൂട്ട് ലെറ്റർ. അതുപോലെ തന്നെ മീം ഐൻ നൂൻ എന്നും ഇതിന് റൂട്ട് ലെറ്റർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വയംനഊനൽ മാഊൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സഹായങ്ങൾ വരെ ഇവർ മുടക്കും, അതുപോലെ അവർ കൊടുക്കൂല. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മഅദല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടു പോകുന്നുണ്ടോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. ഇവിടെ നമ്മൾ മാഊൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റൂട്ട് ലെറ്റർ പറഞ്ഞു മീം ഐൻ നൂൻ എന്നും വരുന്നുണ്ട്. അതായത് മീം ഐൻ നൂൻ ബിം മാ ഇം മഈൻ എന്ന് കേട്ടിട്ടുണ്ടാകും അല്ലേ. അതായത് ഒഴുകുന്ന വെള്ളത്തിന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒഴുകുക എന്നുള്ളൊരു അർത്ഥം ഈ ഒരു മീം ഐൻ നൂൻ എന്നുള്ള വാക്കിൽ മാഊന് വരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇപ്പോൾ നമ്മളറിയാം, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അത്ര നമുക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും അല്ലേ. ഒരു ചെറിയ സാധനമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മക്കളുടെ ടോയ്സൊക്കെ അത്ര നമുക്ക് ഭയങ്കര നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചതും സാധനമില്ല, അതൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കും. പക്ഷേ അത് എന്താണ്, നമ്മൾ വേറെ ഒരാൾക്ക് എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൂട്ടത്തിലല്ല. പക്ഷേ ഇത് എൻ്റെ കുട്ടിൻ്റെതാണ്, ഇത് കുട്ടി കളിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിലോ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ പെട്ടുപോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ മാവ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് ഫ്ലോ ചെയ്യേണ്ട സാധനം എന്നുള്ള അർത്ഥമാണ്. ഒരു എന്താണ് പറയുക, പെൻസിലാണെന്ന് നമ്മൾ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഒരാൾ പെൻസിൽ വെച്ചു മറ്റാൾക്കും വേണം, അങ്ങനെ 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 അതങ്ങനെ സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തേക്കും ഒഴുകിപ്പോകുന്ന സാധനം എന്നുള്ള അർത്ഥമാണ് മാവൻ എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ജക്കാത്ത് നമുക്കറിയാം വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ, ആ ചെറിയ ക്വാണ്ടിറ്റിക്ക് നമ്മൾ ഉദ്ദേശിക്കും. അത് നമ്മളടുത്ത് പോയാൽ നമുക്കൊരു വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നമ്മളത് ബാധിക്കാനേ പോവാത്ത വിഷയമാണ്. ഒരു ചെറിയൊരു ഗിഫ്റ്റ്, ഒരു കുഞ്ഞു പാത്രം, ഒരു സ്പൂണ്, ഇതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോയാൽ നമുക്ക് എത്ര ഇപ്പോൾ നമ്മുടെ അടുത്ത് കുറവ് വരിക അല്ലേ. അല്ലെങ്കിൽ ചെറിയ ഒരു പൈസ, അങ്ങനെ എന്ത് കുഞ്ഞു സഹായം വരെ തടയുന്നവരാണ് അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഈ ഒരു മക്ക മസ്ജിദുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്താണ് ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുത്തു. ആരങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം, സ്വന്തം കാര്യം നോക്കി പോയാൽ മതി. അപ്പോൾ എന്താണ്, അവിടെ ഓട്ടോമാറ്റിക്കലി സഹോദരി ബന്ധം എല്ലാം കുറഞ്ഞു പോകും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത് എന്താണ്, നമ്മൾ മറ്റുള്ളവരെ നമ്മളെ കൊണ്ട് സഹായിക്കണം, അതായത് നമ്മളാൽ കഴിയുന്നത് സഹായിക്കണം. നമ്മളെ കൊണ്ട് ഒരു മുസ്ലിം സന്തോഷിച്ചാൽ അതിന് നമുക്ക് വലിയ പ്രതിഫലമാണ് ലഭിക്കുക അല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പള്ളിയിൽ നിങ്ങൾ എന്താണ് എത്രയോ ദിവസങ്ങൾ ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമാണ് ഒരു എന്താണ് മുസ്ലിമിന് അയാളുടെ ആവശ്യം പൂർത്തീകരിച്ച് കൊടുക്കുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒന്നിൽ കോൺസെൻട്രേറ്റഡ് ആയി പോകും. ഞാൻ എന്നെയും കൂട്ടി പറയാണ്. അപ്പം നമ്മൾ മറ്റ് വശം നമ്മൾ വിട്ടു പോകാറുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ ഭാഗത്തും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. ഇനി മാവുന് മറ്റൊരർത്ഥം പറയുകയാണെങ്കിൽ ആയൻ വാവുന്നു സഹായം അല്ലേ. സഹായം എന്ന് പറയുമ്പോൾ കുഞ്ഞു സഹായം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയപ്പോൾ നമ്മൾ ഒരാളൊരു പിന്ന് വെച്ചു, ആ പിന്ന് നമ്മൾ കൊടുത്താൽ നമ്മൾക്ക് ഒരു വലിയ നഷ്ടമൊന്നും വരുന്നില്ലല്ലോ, ഒരു പിന്നല്ലേ. നമുക്ക് പിന്നെ വേറെ പിന്നുണ്ടാവും നമ്മുടെ കയ്യിൽ അല്ലേ. അങ്ങനത്തെ കുഞ്ഞു സാധനത്താണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഫുഡ് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്കറിയാം, നമുക്ക് സ്ത്രീകളായതുകൊണ്ട് എല്ലാവർക്കും അറിയാം എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ ചില ആളുകൾ എന്താണ് ഇല്ലാണ്ട് ഉണ്ടാക്കും, മറ്റു ചില ആളുകൾക്ക് അതില്ലാണ്ട് പറ്റില്ല. അപ്പം അപ്പുറത്ത് പോയിട്ട് ചോദിക്കും അല്ലേ. അങ്ങനെ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് അവിടെ ഒരു ഇഷ്ടം വരും. നമുക്ക് തന്നെ അറിയാം. അപ്പം നമ്മൾ ഒരാളടുത്ത് നമ്മൾ ധൈര്യമായിട്ട് പോയി ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, അവർ നമ്മൾ ഭയങ്കര റിലേഷനാണെന്ന് അർത്ഥം. നമ്മൾ കുറച്ച് ഹൃദയബന്ധം കൂടും. അപ്പോൾ തിരിച്ച് അവർക്ക് എന്തെങ്കിലും ഇല്ലാത്തപ്പോൾ നമ്മളടുത്ത് വന്ന് ചോദിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകും. എന്നാലോ നമ്മളങ്ങനെ ചോദിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക,
ഓട്ടോമാറ്റിക്കലി ഇവർ ഒന്നിനും പറ്റൂല, അല്ലെങ്കിൽ ഇവർ അങ്ങനെ ഇണക്കല്ലാത്ത ആളുകളാണെന്നൊക്കെ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകും അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്നും വരുത്താതിരിക്കാൻ ശ്രമിക്കാം. നമുക്ക് എവിടെ ആയിക്കോട്ടെ, നമ്മളൊരു ഒരു യാത്ര ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലായിക്കോട്ടെ, എവിടെയും കുഞ്ഞു കുഞ്ഞു ഉപകാരമുള്ള വസ്തുക്കൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യാം. അപ്പം എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ, തിങ്സ് വിച്ച് യു ഗിവ് വിച്ച് ഡസൻറ്റ് കോസ്റ്റ് അസ്, നമുക്ക് അതുകൊണ്ട് ഒരു നഷ്ടം വരാത്ത. പക്ഷെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ആകെ ഒരൊറ്റ പെന്നുള്ളൂ. ആ പെണ്ണ് നമ്മൾ വേറെ ആൾക്ക് കൊടുത്താലോ, എത്ര വില കുറവാണെങ്കിലും നമ്മൾ നമ്മളുടെ വിലപ്പെട്ട സമയം അവിടെ നഷ്ടപ്പെടുത്തി. അങ്ങനെ നമ്മളെ നമ്മൾക്ക് അതിനെ കൊണ്ടൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലല്ലാത്ത സഹായങ്ങളെയാണ് ഇവിടെ മാഊൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞാൽ, വെള്ളം നമ്മൾ ഒരിക്കലും ഒരാൾ ചോദിച്ചാൽ അത് തടയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം നമ്മൾ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിണറുകളുണ്ടാകും. ആ കിണറുകളിൽ നിന്ന് മറ്റുള്ളവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രയാസം കൂടാതെ അവർക്കത് കൊടുക്കണം. നമ്മൾ ഇല്ല, കിണറ്റിലെ വെള്ളം തീരുള്ളൂ, അവരെടുത്താൽ, അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല അല്ലേ. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ്, ഇതൊക്കെയാണ് സൂറത്തുൽ മാഊനിൽ നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസുകൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ എന്താണ്, നമ്മൾ ഈ ഒരു സൂറത്ത് മക്കയിലാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ അടിമയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ നമ്മൾ ഉപയോഗിക്കും അല്ലേ. ഇവിടെ മക്ക മസ്ജിദുകൾ അള്ളാഹു അത്രയും നിഅമത്തുകൾ കൊടുത്തിട്ടും എന്താണ്, അവർ അതിനെതിരെ അല്ലെങ്കിൽ അതിനോട് നന്ദി കാണിക്കാണ്ട് നന്ദികേട് കാണിച്ചു അല്ലേ. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതെന്ന് അവർ കൊടുത്തതില്ല. അതുപോലെ തന്നെ യത്തീമായിട്ടുള്ള ആളുകളെ അവർ മൈൻഡ് ചെയ്തതില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, നമ്മളുടെ അടുത്ത് ഈ സ്വഭാവങ്ങളൊന്നും ഉണ്ടാകാനേ പാടില്ല എന്നുള്ള രസം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ദീനെ കളവാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യും അല്ലെ. അവരുടെ മനസ്സിൽ എന്താണോ തോന്നിയത് അതവർ ചെയ്യും. അവർ കോൺസിക്വൻസസ്, അതിൻ്റെ ശേഷം വരുന്ന കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുകയേ ഇല്ല. അതാണ് അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയ എന്താണ്, നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ട് എന്നുള്ളതിന് തെളിവ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതുപോലെ ഈമാൻ്റെ ഫണ്ടമെൻ്റൽ പാർട്ടാണെന്ത്, നമ്മൾ യതീമുകളെ സംരക്ഷിക്കുക എന്നുള്ളത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പ്രാധാന്യത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. ദീൻ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ യതീമുകളെ നന്നായിട്ട് നോക്കുന്നവരാണ് എന്നർത്ഥം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പറഞ്ഞു എന്താണ്, സ്വർഗത്തിലെ ആളുകളുടെ സ്വഭാവം എന്താണ്, വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് എന്താണ്, അവർ താമ കൊടുക്കും. ആർക്ക്, മിസ്കീനും യത്തീമിനും ഒക്കെ. സുബ്ഹാനല്ലാഹ്. അതുപോലെ അടുത്ത ആയത്തിൽ, നമ്മൾ മൂന്നാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരെ കൊണ്ട് എൻകറേജ് ചെയ്യിപ്പിക്കാം. നമ്മൾ വാട്സപ്പിലൊക്കെ ഇഷ്ടം പോലെ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഗ്രൂപ്പുകൾ അറ്റ്ലീസ്റ്റ് ഫോർവേഡെങ്കിലും നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്യാം, നമ്മളെ കയ്യിൽ അതില്ലെങ്കിൽ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ പലരും അതൊക്കെ അങ്ങനത്തെ മെസ്സേജ് തന്നെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് പോകും അല്ലേ. ഇനി മുതൽ നമ്മൾ അങ്ങനെ കാണുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അത് ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മൾ നാട്ടിലൊക്കെ പറയാം എന്താണ്, ഇപ്പോൾ പല ആളുകളും എന്താണ് ഭയങ്കര കള്ളത്തരം കാണിച്ചിട്ടൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പം അങ്ങനത്തെ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോർ തുറക്കരുതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് ജനലിനുള്ളിൽ കൂടെ എന്തെങ്കിലും ഒരു ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് കൊടുക്കുക. ഭക്ഷണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അവർ ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി എന്താണ് ഭക്ഷണം കഴിച്ച് നമ്മളോട് നന്ദി കാണിച്ചിട്ട് അവർ പോകും. അതല്ലാന്നുണ്ടെങ്കിൽ അത് അവർ അവിടെ വെച്ച് പോകും. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു പോയിന്റ്.
പിന്നെ താമൽ മിസ്കിൻ, ആ മിസ്കിൻ്റെ ഭക്ഷണമാണ് നമ്മൾ സത്യം പറഞ്ഞാൽ കൊടുക്കാണ്ടിരിക്കുന്നത് നമ്മളെ കയ്യിലുള്ളത് അല്ലേ. അതുപോലെ തന്നെ ഇവൻ അവർക്ക് ഡിസേർവ് ചെയ്യുന്നുണ്ട് നമ്മൾ അറിഞ്ഞിട്ട് പോലും എന്താണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പും വെക്കാത്തവരാണ് എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിദ്യനാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, മറ്റുള്ളവരുടെ റൈറ്റ്സ് ഫുൾഫിൽ ചെയ്യുക, നമ്മൾ അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നമസ്കാരത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ. നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനെ സോഫ്റ്റ് ചെയ്യിപ്പിക്കാനുള്ളതാണ് നമസ്കാരം. അപ്പോൾ നമ്മളുടെ നമസ്കാരം കൊണ്ട് നമ്മുടെ ഹൃദയം സോഫ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമസ്കാരം അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള നമസ്കാരമല്ല. നമ്മുടെ നമസ്കാരം ശരിക്ക് എന്താണ്, വയലുണ്ടാക്കുന്ന, നാശമുണ്ടാക്കുന്ന നമസ്കാരം, നമുക്ക് തന്നെ നാശം വരുന്ന നമസ്കാരമാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് കാത്ത് രക്ഷിക്കട്ടെ. അതുപോലെ തന്നെ സ്വലാത്തിഹിം സാഹൂൻ, അതായത് നമസ്കാരത്തിനെ കുറിച്ച് അവർ അശ്രദ്ധയിലാണ്. അപ്പം നമ്മൾ അങ്ങനെ ആകരുത്. നമസ്കാര സമയം ആയോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നിരന്തരം എന്താണ്, നമസ്കാരത്തിൻ്റെ ടൈമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യണമെന്ന് പറയും. അതായത് സുബഹ് മുതൽ ദുഹർ വരെ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർക്കണം, ദുഹർ മുതൽ അസർ വരെ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർക്കണം, മഗ്‌രിബ് ആകുമ്പോഴത്തേനും ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കണം. അങ്ങനെ നമ്മൾ നമ്മളുടെ ടൈം ടേബിൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്തിനനുസരിച്ചിട്ടാണ്, നമസ്കാര സമയം അനുസരിച്ചിട്ടാണ്. പക്ഷേ ഈ ആളുകൾ എന്താണ്, ഇവർ നമസ്കാരത്തിനെ കുറിച്ചിട്ടും അതായത് അതിൻ്റെ അർക്കാനുകളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കാണ്ട് അവരെന്താണ്, എപ്പോഴെങ്കിലും തോന്നുമ്പോൾ നമസ്കരിക്കുക, അല്ലാത്തവ നമസ്കരിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കുക. പ്രത്യേകിച്ച് ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമസ്കരിക്കുന്ന ഡ്രസ്സ് വൃത്തിയുള്ള ഡ്രസ്സാണോ സ്മെല്ലുള്ള ഡ്രസ്സാണോ എന്നൊക്കെ നമ്മൾ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ സുഗന്ധം വെക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നമസ്കാരത്തിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ആനന്ദം, അല്ലെങ്കിൽ നമ്മൾ എന്തോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം ചെയ്യാൻ നമുക്ക് തന്നെ തോന്നും. അപ്പോൾ ഞാൻ ഒരു സിസ്റ്റർ പറയുക കേട്ടിട്ടുണ്ടായി, അവർ തഹജ്ജുദിന് വേണ്ടിയിട്ട് പ്രത്യേകം ഭയങ്കര ഭംഗിയുള്ള ഡ്രസ്സ് മാറ്റി വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമസ്കാരത്തിന്, അതായത് ഫർദ് നമസ്കാരത്തിന് വേറെയും തഹജ്ജുദിന് വേറെയും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് ആ സിസ്റ്ററിന് ഒരുപാട് പ്രതിഫലം നൽകട്ടെ. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നതുകൊണ്ടാണല്ലോ അവരങ്ങനെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്കും അതുപോലെയൊക്കെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റട്ടെ. അങ്ങനെ എന്തെങ്കിലും തോട്ട്സൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ആരായിരിക്കും നമസ്കാരത്തിൽ ശ്രദ്ധയുള്ള ആളുകൾ, അവരാണെന്ത്, ആഖിറത്തിനെ കുറിച്ചിട്ട് കെയർ ചെയ്യുന്ന ആളുകൾ അല്ലേ. എല്ലാ സിംഗിൾ സ്റ്റെപ്പും നമസ്കാരത്തിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അവർ ഭയങ്കരമായിട്ട് കൺസേൺഡ് ആയിരിക്കും. അങ്ങനത്തെ ആളുകൾ മാത്രമാണ് ഇത് സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആരെയും കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്, അത് വിഫലമായി പോകും അല്ലേ. ഫസ്വല്ലി ലി റബ്ബിക്, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുക, വൻഹർ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് നന്ദി പ്രകടിപ്പിക്കുക. എന്താണ്, നമ്മൾ നെഹർ ചെയ്തിട്ട് ബലി അർപ്പിച്ചിട്ട്, പക്ഷെ അത് ആർക്കാ നമ്മൾ കൊടുക്കുക, അവിടുത്തെ ജനങ്ങൾക്ക്. അപ്പം നമസ്കാരവും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റിയോടുള്ളതും രണ്ടും ഈ സൂറത്തുൽ കൗസറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്കും കൊടുക്കണം, നമ്മൾ സ്പിരിച്വലായിട്ട് ചെയ്യണം. അതായത് സ്പിരിച്വലായിട്ട് നമ്മൾ കെയർ ചെയ്യണം, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റിയെ നമ്മൾ കെയർ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾക്കറിയാം ഇവർ കാബയുടെ ആളുകളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്നിട്ടും അവരെന്താണ്, ദീൻ അഗേൻസ്റ്റ് നുണ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മളടുത്ത് ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ യതീമിനെ പരിഗണിക്കുന്നില്ല, എന്താണ് മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെന്താണ് ദീനെ കളറാക്കിയ ആളുകളുടെ കൂട്ടത്തിൽ പോകും. ഇബ്രാഹിം അലൈഹിസ്സലാം അത്രയും ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ് മേഴ്സി സ്പ്രെഡ് ചെയ്തിട്ടുള്ള പ്രവാചകനായിരുന്നു അലൈഹിസ്സലാം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൻ ലിൽ ആലമീനാണ്. ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ വലിയ എന്താണ് മഹാന്മാരായിട്ടുള്ള പ്രവാചകന്മാരെ പിൻപറ്റുന്ന നമ്മൾക്ക് എന്തുകൊണ്ടാണ് വയംനഊനൽ മാഊനും അതുപോലെ തന്നെ നമ്മൾ വലായഹുദ്ദു അലാ തആമിൽ മിസ്കീനൊക്കെ നമ്മളെടുത്ത് വരുന്നത് മഹാദല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നമസ്കാരം കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കാൻ നമ്മൾ ശ്രമിക്കണം. ഓരോ ദിവസവും ഈ ദിവസത്തേക്കാളും ഞാൻ എന്താണ് ബെറ്ററായിട്ട് ചെയ്യാൻ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് എന്നൊക്കെ വീണ്ടും ഓർമ്മപ്പെടുത്താണ്. അതുപോലെ അവസാനമായിട്ട് നമ്മൾ മൈനോറിറ്റി മുസ്ലിംസ് ആണെങ്കിൽ പോലും
നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? സിൻസിയറായിട്ട് മറ്റുള്ളവർക്ക് നന്മ എത്തിച്ചു കൊടുത്തും പാവപ്പെട്ടവരെ സംരക്ഷിച്ചും യതീമുകളെ എന്താണ് അവരുടെ അവകാശങ്ങളൊക്കെ നൽകിയും ജീവിക്കുന്നതാണ് നമ്മളുടെ ഈ ഭൂമിയിലെ ലക്ഷ്യം. അതാണ് നമ്മുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും. അതുപോലെ തന്നെ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ മാത്രമാണ്. നമ്മളും ഒരു സമയത്ത് മിസ്കിനായി പോകാം അല്ലെ, അള്ളാഹു വിചാരിച്ചാൽ. പക്ഷെ അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ് നമ്മൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ മക്കളും ഒരിക്കലും യതീമാകും. അതുകൊണ്ട് നമ്മളൊരിക്കലും എന്താണ്, ഇതൊന്നും എന്നോടല്ല എന്ന് വിചാരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നൽകട്ടെ. അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബൽ മസാകീൻ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബൽ മസാകീൻ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബൽ മസാകീൻ. പാവപ്പെട്ടവരോടുള്ള സ്നേഹം ഞാൻ നിന്നോട് ചോദിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ഇഷ്ടം, പാവപ്പെട്ടവരോടൊരു സോഫ്റ്റ് കോർണർ, അതൊക്കെ റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണമേ. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ നമസ്കാരം കൂടുതൽ ഖുശൂഉള്ള നമസ്കാരമാക്കി തരണേ. ഹൃദയത്തിൽ ഈമാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നീ നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാഹുമ്മ സബ്ബിത്നാ ഇൻദൽ മൗതി ബിലാ ഇലാഹ ഇല്ലല്ലാഹ് യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك يا مقلب القلوب ثبت قلوبنا على دينك ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك جزاكم الله خيرا بارك الله فيكم السلام عليكم ورحمة الله وبركاته.